ഫോർ ദ പീപ്പിൾ. എത്ര ദിവസമായി നമ്മൾ കാത്തിരിക്കുന്നു ഫോർ ദ പീപ്പിളിന് വേണ്ടി അല്ലേ? നമ്മളുടെ സ്വന്തം ജനപ്രതിനിധികൾ നമ്മളെ നേരിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തുന്ന വേദിയാണിത്. ഫോർ ദ പീപ്പിൾ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM-ൽ. ഇന്ന് നമ്മളുടെ സംശയങ്ങൾക്ക്, നമ്മളുടെ മനസ്സിൽ വരുന്ന ചില വ്യാകുലതകൾക്ക് ഒക്കെയും മറുപടി പറയാനായിട്ട് എത്തിയിരിക്കുന്ന ആളുടെ പേര് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, കോട്ടയത്തിന്റെ MP ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഫോർ ദ പീപ്പിളിലേക്ക്. സേതു, എന്നും സേതു ഒറ്റയ്ക്ക് വന്ന് ഈ സമയത്ത് കീഴടക്കുന്നതാണ് സത്യം. ഇന്ന് സേതുവിനോടൊപ്പം നമ്മുടെ ഫുൾ RJ ടീമുണ്ട്. അത് സേതുണ്ട്, അന്നയുണ്ട്, അതുപോലെ തന്നെ ഞാനുണ്ട്, ജോയ് ഉണ്ട്, അതുപോലെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സും ടീമും ഫുള്ള് സെറ്റാണ്. ഒപ്പം നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അലക്സ് അച്ഛൻ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ജനപ്രതിനിധികളുമായിട്ടുള്ള ഒരു സൂപ്പർ ലൈവ് ഫോർ ദ പീപ്പിൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് സാർ. ഇത് നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മുടെ ആള് വന്നു എന്ന് പറയുന്നത് നമ്മുടെ ആള് തന്നെയാണ് ഇന്ന് കൂടെ ഉള്ളത്. അപ്പോ നമ്മുടെ ആളോട് ഞാനും എന്റെ ആളും എന്നൊക്കെ പറഞ്ഞ ഞാനും നമ്മുടെ ആളോടും കൂടിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വിഷയം ആരംഭിക്കാം. താങ്ക് യു. അപ്പോ സർഗക്ഷേത്ര 89.6-ലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ ആദ്യമായി തന്നെ തുടക്കത്തിൽ തന്നെ സർഗക്ഷേത്രയുടെ ഭാരവാഹികളോടും ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനോടും എല്ലാ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ഒരു ജനപ്രതിനിധിയിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതെല്ലാം അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു, ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ കിടക്കാം. തീർച്ചയായിട്ടും അതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ലൈവിൽ എങ്ങനെ ഞങ്ങൾക്ക് പങ്കെടുക്കാമെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിന്റെ നമ്പർ സേതു പറഞ്ഞു കൊടുക്കാം. 9188474896 ഈ നമ്പറിലേക്ക് വിളിക്കൂ. അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കും. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9188474896. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ, ഞങ്ങൾക്ക് ആദരമുണ്ട്. അപ്പൊ സാറിനോട് നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ ചോദിച്ചു തുടങ്ങാം. എന്താണ് ഞാൻ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാർ, ഇപ്പോൾ നമ്മൾ ഫ്രാൻസിസ് ജോർജ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന ഒരു തീപ്പൊരി ഒരു അഭിപ്രായം സാർ പറഞ്ഞിങ്ങനെ തകർപ്പൻ കയ്യടി മേടിക്കുന്നതാണ്. അത് കോട്ടയത്തിന്റെ റെയിൽവേ പ്രതീക്ഷകളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ ഇനിയും വികസിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് സർവീസുകൾ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. ഇപ്പോൾ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ എടുത്ത് മാറ്റിയ സങ്കട കഥകളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ സാർ ആസ് എ ജനപ്രതിനിധി എന്തായിരിക്കും ആ ഒരു വിഷയം പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം? തീർച്ചയായിട്ടും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നപ്പോൾ തന്നെ ഒട്ടേറെ പേർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന മറ്റ് 10 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സേവനം കൃത്യമായി ലഭിക്കുന്നില്ല. അപ്പോൾ അതിലൊന്ന് ഇടപെടണം, ശക്തമായിട്ട് ആ കാര്യം ഉന്നയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജയിച്ചു കഴിഞ്ഞ തുടക്കം തന്നെ ഈ 11 സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ജനസദസ്സുകൾ വയ്ക്കുകയും പരാതികൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഈ റെയിൽവേ അതോറിറ്റീസുമായി ചർച്ച ചെയ്യുകയും ഡിവിഷണൽ മാനേജറെ ഉൾപ്പെടെ ഞാനിവിടെ കോട്ടയത്ത് വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥന്മാരുമായിട്ടിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് കോട്ടയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഒരു ടെർമിനൽ സ്റ്റേഷനാക്കണമെന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. കാരണം ഏതാണ്ട് 60-ലേറെ ട്രെയിനുകൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്. കോട്ടയം കേരളത്തിൻ്റെ മധ്യഭാഗം, ശബരിമല ഉൾപ്പെടെയുള്ള, അതുപോലെ ഇടുക്കിയിലേക്കൊക്കെയുള്ള സേവനങ്ങൾ ആവശ്യമുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ ഇന്നിപ്പോൾ കൂടുതൽ വികസനം ആഗ്രഹിക്കുന്നു. ഒരു ടെർമിനൽ, ഇവിടെ നിന്ന് ട്രെയിനുകൾ തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ അവസാനിപ്പിക്കണം. ആ രീതിയിലേക്കുള്ള സൗകര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിച്ചത്. അതിൽ ഒരു തീരുമാനം ഇതുവരെ ഫൈനലായിട്ടായിട്ടില്ല. അവർ പറയുന്നത് അതങ്ങനെ കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ അതിനുള്ള സ്ഥല സൗകര്യമില്ല. കാരണം പ്രൈമറി മെയിൻ്റനൻസ് എന്ന് പറയും. ഒരു ദീർഘദൂരം ഓടി 2000 കിലോമീറ്റർ കൂടുതൽ ഓടുന്ന ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ ആ പ്രൈമറി മെയിൻ്റനൻസിനുള്ള സൗകര്യം കോട്ടയത്ത് നിലവില്ല. പിറ്റ് ലൈൻസ് ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സെക്കൻഡറി മെയിൻ്റനൻസിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. വെള്ളം നിറയ്ക്കാനും ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡറി മെയിൻ്റനൻസ് മാത്രം ആവശ്യമുള്ള കുറേ ട്രെയിനുകൾ, ഉദാഹരണത്തിന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അത് കോട്ടയത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ വളരെ കർശനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, അത് പരിഗണിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൂർണ്ണ വിശ്വാസം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ പ്രൈമറി മെയിൻ്റനൻസ് നമുക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ നടത്താനായിട്ട് കഴിയും. അവിടെ ഇച്ചിരി ടൈറ്റാണ്, ഒട്ടേറെ ട്രെയിനുകൾ വരുന്ന സ്ഥലമാണ്, അവിടെ മെയിൻ്റനൻസ് ഇച്ചിരി അസൗകര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ടു സ്റ്റാർട്ട് വിത്ത് ഈ പറയുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ ആളുകൾ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ ഈ മേഖല,
ഇത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ എല്ലാ ജില്ലകളെയും സെർവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് പരിഗണിച്ചേ പറ്റുമെന്ന് വളരെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി ഈ സെക്കൻഡറി മെയിൻ്റനൻസിലൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ട്രെയിനിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം പ്രൈമറി മെയിൻ്റനൻസിനുള്ള സൗകര്യങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനോട് അടുത്ത്, ഈവൻ ചിങ്ങവനം, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നമ്മൾ ഡബിളിങ് വന്നപ്പോൾ ടണൽ ഏരിയ കിടപ്പുണ്ട്, അവിടേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സതേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന എം പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ കാര്യങ്ങളെല്ലാം വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാഥമികമായി നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി പല സ്റ്റേഷനുകൾ, നമ്മുടെ ഈ ചെറിയ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം റേസ് ചെയ്യുന്ന കാര്യം, മറ്റ് സൗകര്യങ്ങൾ കോട്ടയത്തിൻ്റെ തന്നെ ഫുൾ കവറിങ് ആയിട്ടില്ല. അപ്പോൾ ആ കവറിങ് എല്ലാം ഷെൽട്ടേഴ്സ് അതെല്ലാം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ സൗകര്യങ്ങൾ, ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ. സെക്കൻഡ് ഇതുണ്ട്, എൻട്രി ഉണ്ട്, സെക്കൻഡ് എൻട്രി, അതിൻ്റെ നിർമ്മാണം ഇപ്പം ദ്രുതഗതിയിൽ നടക്കുകയാണ്, ഉടൻ പൂർത്തിയാകും. അത് എത്രയും വേഗം പൂർത്തിയാണ്. അന്ന് തന്നെ ശബരിമല സീസണോടനുബന്ധിച്ച് തന്നെ ടിക്കറ്റും അങ്ങനെ കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിരുന്നു. അപ്പോൾ ആ കാര്യവും ഉടനെ പൂർത്തിയാകുന്നു. അപ്പോൾ ഇവൻച്വലി കോട്ടയത്തെ നമുക്കൊരു ടെർമിനൽ സ്റ്റേഷനാക്കി മാറ്റണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ പറയുന്ന സ്റ്റേഷനുകളെല്ലാമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം. ഇപ്പോൾ വേളാങ്കണ്ണി, അങ്ങനെ പല ട്രെയിനുകളുണ്ട്. അപ്പോൾ ചിങ്ങവനത്തും ഏറ്റുമാനൂരിലും കുറുപ്പന്തറയിലും കടുത്തുരുത്തിയിലും അതുപോലെ വൈക്കം റോഡ്, ഇവിടെയെല്ലാം ഈ പറയുന്ന പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ വേണം. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമ്മേളനം 24 തുടങ്ങുകയാണ്. ഞാൻ വീണ്ടും മന്ത്രിയെ കാണും, റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരെ കാണും. ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പ്രസ് ചെയ്യും. ഇതിപ്പോ കേൾക്കുമ്പോൾ ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ, അയവ അല്ലേ, അത് കലക്കി. ശക്തമായിട്ട് തന്നെ കോട്ടയത്തിന്റെ ശബ്ദം അവിടെ ഉയരട്ടെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി ഇങ്ങനെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ജനറൽ ആയിട്ടൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം, ഈ പരിപാടിയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗസ്റ്റ് ചാണ്ടിയുമ്മനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു MLA-യുടെ ഒരു പരിമിതികളെ പറ്റിയൊക്കെ പറഞ്ഞു. അതിപ്പോ എല്ലാ റോഡും MLA കൈകാര്യം ചെയ്യാനുള്ളതല്ല, ചിലത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ റോഡും MPയും കൈകാര്യം ചെയ്യാം. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി MPയുടെ ഒരു പ്രവർത്തന മേഖല, അല്ലെങ്കിൽ MPക്ക് നേരിട്ട് ഇടപെടാൻ വേണ്ടി പറ്റുന്ന ഈ മണ്ഡലത്തിലെ ഏരിയകൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് പ്രധാനമായിട്ട് നാഷണൽ ഹൈവേസ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി എന്ന് പറയും, പ്രധാനമന്ത്രി സഡക് യോജന എന്ന് പറയും. അത് കണക്റ്റഡ് അല്ലാത്ത മേഖലകളെ കണക്ട് ചെയ്യാനുള്ള, അത് അടൽ ബിഹാരി വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കൊണ്ടുവന്നൊരു ഒരു പ്രോജക്റ്റാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്. നിലവിൽ കോട്ടയത്ത് ഞാൻ വരുമ്പോൾ ഇപ്പോൾ മിക്കവാറും ആ വർക്കുകളെല്ലാം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള നിരന്തരമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ CARF ആണ്, സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നമ്മുടെ PWD റോഡുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വർക്കുകളാണ്. അതിൻ്റെ ഒരു പൂർണ്ണമായ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്രൂവൽ കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഏറ്റവും, അതിപ്പോൾ 4 ആണ്, 1, 2, 3, 4 ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഓൾമോസ്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്. പക്ഷേ ഈ പ്രോജക്റ്റ് 3 ഇപ്പോഴും വർക്കുകൾ പെൻഡിങ് ആണ്. അത് പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് കേരളത്തിനും, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് 300 കോടി രൂപ ഈ അടുത്തിടയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാത്ത റോഡുകളൊക്കെ ഡ്രോപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യാതെ എത്രയും വേഗം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനായിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ചു. അത് 60-40 അനുപാതത്തിൽ സംസ്ഥാനം 40% കൊടുക്കണം, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം, 60 കൊടുക്കും. അപ്പോൾ അത് നമുക്ക് സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം കുറേ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമ്മളുടെ ഇത് കൃത്യമായ മോണിറ്ററിങ്, ഫോളോ അപ്പ് ഇതെല്ലാം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഒന്നാമത്തെ നമ്മുടെ ഈ കാലാവസ്ഥ, ഇപ്പം നമ്മളെല്ലാം ഒന്ന് ഒരുക്കി വന്നപ്പോഴും മഴയായി. അപ്പോൾ കോൺട്രാക്ടേഴ്സ് പറയുന്നത് മഴയുടെ പ്രശ്നമായി, ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം, അവർ ട്രാൻസ്ഫർ ആയി പോകുന്നു, ഒരാൾ ട്രാൻസ്ഫർ ആയി പോയി പുതിയ ആൾ വന്ന് പിന്നെ അതൊക്കെ പഠിച്ച് കുറച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊക്കെ സമയം പോവുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കിവിടെ നമ്മളുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കുറെ കൂടി ഈ ഭരണരംഗത്ത്, ഞാനിപ്പോൾ അതൊരു രാഷ്ട്രീയത്തിന് പറയല്ല, ഏത് മുന്നണിയോ ഏത് പാർട്ടിയോ കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പും അതുപോലെ തന്നെ നടപടികളും എല്ലാം നമുക്ക് ആവശ്യം. ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന 3-4 മാസം മാത്രമാണ് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വർക്കുകൾ, റോഡ് വർക്കുകൾ, ചൂട് കാലത്ത്. അപ്പോൾ ആ പീരീഡിന് മുമ്പായിട്ട് ഈ പറയുന്ന മറ്റ് പേപ്പർ വർക്കുകൾ, ടെൻഡറിങ് നടപടികൾ എല്ലാം പൂർത്തിയാക്കി മഴയങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ടാറിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ടൈം ബൗണ്ടായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ചെറിയ പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറയുകയല്ല, പക്ഷെ നമുക്ക് അതിലൊക്കെ കുറച്ച് പോരായ്മകളുണ്ട്. അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നെ മാറ്റി നിർത്തി പറയുകയില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു വീഴ്ചയായിട്ട് തന്നെ ഞാനത് കാണുകയാണ്. പക്ഷെ നമുക്കത് മാറ്റിയേ പറ്റും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. ഞാൻ പറയും, നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ ഇത്രയൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയും ഉണ്ടായി എന്ന് പറയുമ്പോൾ
നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കൊരു ടെക്നോളജിക്കൽ എന്താണ് ഒരു ലീപ്പ് നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ നമുക്ക് ജനങ്ങളോട് മറുപടി പറയാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വളരെ കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ പിന്നെ സന്ദർഭവശാൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഈ പൊതുരംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് കുറച്ച് സമയം ജനങ്ങൾ കൊടുക്കണം. നമ്മളെപ്പോഴും ഈ പൊതു ചടങ്ങുകൾ, കല്യാണം, മരണം, മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം ഓടി നടന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കുറയും. അപ്പം ജനങ്ങൾ, ഞാൻ പറഞ്ഞാൽ അതൊക്കെ വേണം, ഇതെല്ലാം ആവശ്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതെല്ലാം ആവശ്യമാണ്. ജനങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വരും. അതിന് മുന്നോടിയായിട്ട് കുറച്ച് ദിവസം ആവശ്യമാണ്. ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യണം, ക്വസ്റ്റ്യൻസ് അയക്കണം, എന്തൊക്കെ ഉന്നയിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനും വായിക്കാനും. ഡെയിലി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പത്രങ്ങളിൽ കൃത്യമായിട്ടൊക്കെ വായിക്കാൻ പറ്റണ്ടേ? ചുരുക്കി പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ഞങ്ങളെ ചെറിയ കാര്യങ്ങളിൽ കുടുക്കിയിടരുതേ എന്നാണ് പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നുള്ളൂ, എല്ലാവരും സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. പരമാവധി നമ്മൾ ഓടി എല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒരു ഞാനിപ്പം സന്ദർഭവശാൽ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയുടെ വികസനം വളരെ നിർണായകമാണ്. അത് നമ്മൾ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടാനുള്ള പരിശ്രമങ്ങൾ നടത്തും. റോഡുകൾ വളരെ ക്രിട്ടിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ 2 റോഡുകളാണ് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഒന്ന് കോട്ടയം എറണാകുളം കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ 183 കൊല്ലം തേനി അഥവാ ഡിണ്ടിഗലിൻ്റെ ബൈപ്പാസ്. ഇത് രണ്ടും നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൂടുതൽ സാധ്യതകൾ എന്താണെന്ന് നോക്കണം. പിന്നെ CARF കൂടുതൽ റോഡുകൾ എടുപ്പിക്കണം. നിലവിലുള്ള PWD റോഡുകളുടെ നിലവാരം ഉയർത്തി നല്ല സ്റ്റാൻഡേർഡ് ആക്കണം. ഈ ഗ്രാമീണ റോഡ് പദ്ധതിയിൽപ്പെട്ട എല്ലാ റോഡുകളും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം. അതിനെല്ലാമുള്ള ഒരു ഇൻറ്റൻസീവ് ഡ്രൈവ് നമ്മൾ തീർച്ചയായിട്ടും നടത്തിയിരിക്കും. നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമാണ് മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ കാര്യമാണെങ്കിലും റോഡിന്റെ കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് ചോദിച്ചു. ഞാനിപ്പോൾ ഒരു യൂത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നത് നമ്മുടെ സ്റ്റേഡിയങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. കോട്ടയത്ത് സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ഒരു പുതിയ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. നെഹ്റു സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അതിനൊരു നീക്കം നടത്തിയതാണ്. പക്ഷേ അത് ഫലവത്തായില്ല. അദ്ദേഹം അതിനുവേണ്ടി വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് പോവുകയും അതിന് ഏകദേശം ഒരു പ്രോജക്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുവാവട്ടെ, മുൻപ് നടന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇനി വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം, വലിയ തോതിൽ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമാണത്. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗം. അവിടെ നമുക്കൊരു സിയാൽ മോഡൽ എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പബ്ലിക് സെക്ടറിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ഗവൺമെൻറ്റിനെ കൊണ്ട് അത്രയും പണം മുടക്കാൻ കഴിയില്ല എങ്കിൽ വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോജക്റ്റ്, അങ്ങനെയുള്ള പ്രോജക്റ്റ് ഐഡിയാസ് വിദേശ മലയാളികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്കത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം എന്നല്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ഇന്ന് പൊതുവെ പരക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ്, ഒരു പ്രോജക്റ്റ് സ്റ്റൈലാണ്. ആ രീതിയിൽ ഇപ്പോൾ സിയാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഗവൺമെൻറ് മജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുകയും ബാക്കി നമുക്ക് ഈ പറയുന്ന നമ്മുടെ വിദേശ മലയാളികൾക്ക്, കോട്ടയംകാർ എന്തോരം പേരാണ് പുറത്തുള്ളത്, അവരൊക്കെ സഹായിക്കാൻ തയ്യാറായാൽ നമുക്കവിടെ നല്ലൊരു സ്പോർട്സ് എന്താ പറയുക, ഓൾ ഇൻ ഫെസിലിറ്റീസ് ഉള്ള വലിയൊരു കോംപ്ലക്സ് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് ഏതാണ്ട് 10-10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിനുള്ള ഐഡിയാസൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA തിരുവഞ്ചൂർ സാറുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവാണ്. ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മളുടെ ഇവഞ്ച്വലി നമുക്ക് അധികം വൈകാതെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്. അതാണ് നമ്മുടെ ഉദ്ദേശം. പാട്ട് കേട്ടില്ല. പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പാട്ട് കേട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക സർഗ ക്ഷേത്ര 89.6 FM ഫോർ ദ പീപ്പിളിൽ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാറാണ്. കോട്ടയം MP ആണ് നമ്മുടെ നമ്പറും കൂടി ഒന്ന് പറയണം. വിളിക്കാനായിട്ട് നമ്പർ പറയാം. 9188474896 ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. 9188474896 ഈ നമ്പറിലേക്ക് വിളിക്കൂ. സംശയങ്ങൾ, പരാതികൾ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ വേണമെങ്കിലും അതൊക്കെ ചോദിക്കാനായിട്ട് സാർ റെഡിയാണ്. ഓക്കെ, പാട്ടേക്കാം. അങ്ങനെ ജനപ്രതിനിധികൾ തത്സമയം നമ്മുടെ റേഡിയോയിൽ എത്തുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കോട്ടയത്തിന്റെ MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് സാറാണ് നമ്മോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ, നമ്മുടെ ഡൗട്ട്സുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലൂടെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു കോളർ ലൈനിലുണ്ട്. നമുക്ക് കോളറിലേക്ക് പോവാം. ഒപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി, 9188474896. അപ്പൊ നമുക്ക് നേരെ കോളിലേക്ക് പോവാം. ഓക്കെ, ഹലോ.
ഹലോ. പറഞ്ഞോളൂ. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേട്ടാ, നമ്മുടെ MP സാർ ഇവിടെ, ഫ്രാൻസിസ് സാർ ഇവിടെ ഉണ്ട്. അപ്പം ചേട്ടന് സംസാരിക്കാനുള്ളത് സാറിനോട് പറയാം. സോ പ്ലീസ്. ഓക്കെ സാറിന് ചേട്ടന് സംസാരിക്കാം കേട്ടോ. എന്താണ് ചേട്ടന് ഫ്രാൻസിസ് സാറിനോട് എന്താണ് പറയാനായിട്ടുള്ളത്? സാർ ലൈനിലുണ്ട്. സാർ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടന് സംസാരിക്കാം. പറഞ്ഞോളൂ. നമസ്കാരം. നമുക്ക് പറയാനുള്ളത് ചെറിയ കാര്യങ്ങളാ. പറയൂ. ഈ നേഴ്സിംഗ് സ്കൂളുകള്, നഴ്സിംഗ് സ്കൂൾ വളരെ പോരായ്മയുണ്ടല്ലോ സ്റ്റേറ്റിന്റെ. അതിനെ കൂടുതൽ തുടങ്ങാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. നഴ്സിംഗ് സ്കൂളുകള് നമുക്ക് കൂടാതെ രണ്ട് കാര്യം കൂടി ഉണ്ട്. ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നം ശാശ്വതമായിട്ട് അതിനും കൂടെ ഉള്ള സംവിധാനങ്ങൾ കണക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങണം. കുത്തിവെപ്പ് കൊണ്ടും മദ്യകരണം കൊണ്ടും ഒന്നും ഇതിനൊരു ശാശ്വത പരിഹാരമാകുന്നില്ല. ഈ രണ്ട് കാര്യത്തിലും ഇപ്പൊ തെരുവ് നായ്ക്കളുടെ കാര്യം എടുത്താൽ ഇപ്പൊ നമ്മളിത് കേരളത്തിൽ ഇത് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിന്റെ നടപടി എന്ന് പറഞ്ഞാൽ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ വന്ധ്യംകരണം അല്ലെങ്കിൽ ഇതിനെ പിടിച്ചു മാറ്റുക അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെ ആളുകൾ, അതായത് നമ്മൾ ഇതിനെ വളർത്തുന്നവരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനുള്ള സമഗ്രമായിട്ടുള്ളൊരു നിയമം ആവശ്യമാണ്. ഇപ്പം നിലവിലുള്ള നിയമത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. ഇപ്പോൾ ഇതിനെ തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള കർശന വ്യവസ്ഥകൾ മാറ്റണം. ഇത് പാർലമെൻറ്റ് ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ MP മാരെല്ലാവരും സംയുക്തമായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കും. കേന്ദ്ര നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണം. ഈ കാര്യത്തിൽ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചുണ്ട്. അതിപ്പോൾ വന്യമൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തെരുവുനായ്ക്കളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ മേഖലയുടെയും അതാത് സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള നടപടിയെടുക്കാനുള്ള തരത്തിലുള്ള ഈ നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട്, ചേട്ടൻ ഉദ്ദേശിച്ച നഴ്സിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ കേരളത്തിലെ നഴ്സിംഗ് സ്കൂളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷേ എങ്കിലും ഇന്നിപ്പോൾ ഒട്ടേറെ ആപ്ലിക്കൻസ് വരുന്നു. അതുകൊണ്ട് നമുക്ക് അവരെല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം നമ്മുടെ കുട്ടികളൊക്കെ അധികം പുറത്തു പോകുന്നതും കുറേ പ്രശ്നങ്ങളിലൊക്കെ പെടുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി പരാതികൾ കിട്ടാറുണ്ട്. പലപ്പോഴും ഇത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനമാണോ എന്നൊന്നും അറിയാതെ നേരെ പോയി അവർ പറയുന്നു ഫീസെല്ലാം കൊടുത്തതിന് ശേഷം, സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തതിന് ശേഷം അവിടെ സൗകര്യങ്ങളെല്ലാം, ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഇല്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നിർത്തണമെന്ന് പറയുമ്പോൾ അവർ കൊടുക്കാതെ വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയവും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നഴ്സിംഗ് കൗൺസിൽ വളരെ കർശനമായി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ കൃത്യമായി നടപടിയെടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ സ്കൂളുകൾ, സ്ഥാപനങ്ങളൊക്കെ അനുവദിക്കുക, കൊടുക്കുക, തുടങ്ങുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കും. അതിനുവേണ്ട തീരുമാനമാണ് സാധ്യതകൾ കണ്ടറിഞ്ഞ്. ഇപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കൊരു മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയും. ഈ മനുഷ്യവിഭവശേഷി സംബന്ധിച്ച് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ മാൻ പവർ പ്ലാനിങ് എടുത്തപ്പോൾ നമുക്ക് അടുത്ത 10 വർഷം എത്ര നേഴ്സിംഗ് സാധ്യതകളുണ്ട്, നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ എന്ത് സാധ്യതകളുണ്ട്, അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, അവരെ ട്രെയിൻ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു നയവും കാഴ്ചപ്പാടും അതിനനുസരിച്ചുള്ള ടൈം ബൗണ്ടായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള നടപടികളുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇതാണ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ചുരുക്കമായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞോളൂ. ഇവിടെ ഈ അയൽവക്കത്തെ പറമ്പുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശല്യം കൊണ്ട് വീടുകൾക്ക് നാശം ഉണ്ടാകുന്നു. അതിന് പരാതി കൊടുത്തു കഴിഞ്ഞാലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപടികളൊന്നും തന്നെ എടുക്കുന്നില്ല. അല്ല, അതിന് നടപടി എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങൾ നമുക്ക് ഹാനികരമായ, അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വളർന്ന് തൊട്ടടുത്ത വീടിനോ അല്ലെങ്കിൽ ആളുകൾക്കോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ ആ മരങ്ങൾ മുറിക്കാനൊക്കെയുള്ള നമ്മൾ പരാതി കൊടുക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരാതിയുടെ ഒപ്പം തന്നെ നമുക്ക് ലോക്കൽ RDOയ്ക്കോ അല്ലെങ്കിൽ കളക്ടർക്കോ പരാതി കൊടുക്കാം. അവരന്വേഷിച്ച് നടപടി സ്വീകരിക്കും. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി ഏറ്റവും ആദ്യം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ലോക്കൽ MLA, MP, അതല്ലെങ്കിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആർക്കെങ്കിലും ആ പരാതി കൊടുത്താൽ ആ പരാതി അവർ ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് നടപടി എടുപ്പിച്ചോളും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ പരാതി കൊടുക്കണം. നമുക്കങ്ങനെ ഒരു ഭീഷണിയിൽ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വീടിനോ നമുക്ക് ജീവനോ ഒക്കെ ഹാനികരമായ രീതിയിൽ
മരങ്ങൾ വളർന്ന് അതിൻ്റെ ശിഖരങ്ങളൊക്കെ നമ്മുടെ പറമ്പിലേക്കോ വീട്ടിലേക്കോ ഒക്കെ ചാഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അടിയന്തരമായി അത് വെട്ടി മാറ്റേണ്ടതാണ്. അതിനുള്ള നടപടി സ്വീകരിക്കും. അത് പറഞ്ഞാൽ മതി, നമുക്കത് പറഞ്ഞ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ, പേരൊന്ന് പറയാവോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ജോസഫ് ഏട്ടന് ചേട്ടൻ 3 ആവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 3നും സാറ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളെങ്ങനെ നിങ്ങൾക്കും ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് സാറിനോട് സംസാരിക്കാനായിട്ട് വിളിക്കുക 9188474896 എന്ന നമ്പറിലേക്ക്. സേതു, അങ്ങനെ നമ്മുടെ ഫോർ ദ പീപ്പിളിലെ ആദ്യത്തെ കോളർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായ മറുപടികൾ കൊണ്ട് സാർ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തു. സത്യം. ഇനി വിളിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക്, സ്ഥലവും എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്ന് പറയണം. നമ്മളിപ്പോ തിരക്കുകൾക്കിടയിൽ ഈ കോളിന്റെ ഡിസ്ട്രാക്ഷൻ ഒക്കെ കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ചോദിച്ചില്ല. സ്ഥലവും കൂടി പറയാമെങ്കിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് സാറിന് മറുപടി പറയാൻ വേണ്ടി പറ്റും. അത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട് അറിയുകയും ആ സ്ഥലത്തെ നമുക്കിപ്പോ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിച്ച് പറയാമല്ലോ. അതുപോലെ തന്നെ നമ്മളെ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ ബഹളമുള്ളിടത്തോ റേഞ്ച് ഇല്ലാത്തടത്തോ നിന്നിട്ട് വിളിക്കരുത്. കൃത്യമായ ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ അത് ഉപകാരപ്പെടും. അതെ, നമുക്കൊരു പാട്ടിലേക്ക് പോകണം. പക്ഷേ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ സർഗക്ഷേത്ര 89.6 FM പാട്ടാണ് താരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തം MP-യോട് നമുക്ക് ചോദിക്കാനുള്ള, സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ആ പാട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ സാറിനോട് പാടി തരുമോ എന്ന് ചോദിച്ചൂടെ? അയ്യോ, അങ്ങനെയാണോ? സാർ രണ്ടുപേരും നമുക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് ലൈനുകളൊന്നും ഓർമ്മയില്ല. അതിപ്പോ ഏത് പാട്ട് പാടും? ഏത് വേണമെങ്കിലും സാർ ഇപ്പൊ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടിന്റെ ഞാൻ വളരെ പഴയൊരു പാട്ടാണ് പറഞ്ഞത്. നമ്മളുടെ ഏത് സിനിമയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. അത് ഇളയരാജ സംഗീത സംവിധാനം ചെയ്താണ്. ശ്വാസത്തിൻ താളം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അത് വേണമെങ്കിൽ കേൾക്കാം. നമുക്ക് നല്ല രസമുള്ള പാട്ടാണ്. അത് നമുക്ക് കേട്ടോണ്ട് പാടാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേർഡ്സ് ഒന്നും തെറ്റാതിരിക്കുമല്ലോ. പാട്ട് വിളിക്കാം, കൂടെ നമുക്ക് പാടിക്കൊണ്ടേയിരിക്കാം. ഫോർ ദ പീപ്പിൾ ഇൻ ബാങ്ക്. ഹലോ, നമസ്കാരം. സർഗക്ഷേത്ര 89.6 FM. ഹലോ, എന്റെ പേര് ജോയൽ കുര്യൻ എബ്രഹാം എന്നാണ്. ഞാൻ ഒരു ഫെബ്രുവരി ആദ്യം ചാണ്ടി ഉമ്മൻ MLA അവിടെ ഗസ്റ്റായി വന്ന അന്ന് അങ്ങോട്ട് വിളിച്ചായിരുന്നു. അന്ന് ഞങ്ങളുടെ റോഡിന്റെ ദുരവസ്ഥയെ പറ്റിയൊക്കെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. ഞാൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വാത്താനത്ത് ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിന് ആക്ഷൻ എടുക്കാമെന്ന് പറയുകയും വലിയ താമസിക്കാതെ തന്നെ റോഡിന്റെ പണി തുടങ്ങുകയും ഇപ്പം റോഡ് നല്ലൊരു നിലയിലായി. ഇതിനു മുമ്പ് കുറച്ച് ആക്സിഡന്റുകളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം റോഡ് നല്ലൊരു സ്ഥിതിയിലായി. അപ്പം ഈ ഫോർ ദ പീപ്പിൾ പരിപാടിയിലേക്ക് വിളിച്ചാണല്ലോ ഞാൻ അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുന്നത്. അപ്പം ഇപ്പൊ അങ്ങോട്ട് തന്നെ വിളിച്ച് അദ്ദേഹത്തിനോടുള്ള ഒരു നന്ദി രേഖപ്പെടുത്താം എന്ന് കരുതിയാണ് വിളിച്ചത്. അപ്പൊ ജോയലെ, താങ്ക് യു കേട്ടോ, ഫോർ ദ പീപ്പിളിലൂടെ ലഭിച്ച ഈ ഒരു സന്തോഷം വിളിച്ചു പറഞ്ഞതിന്. താങ്ക് യു. ഫോർ ദ പീപ്പിൾ ഇൻ ബാങ്ക്. ഫോർ ദ പീപ്പിൾ നമ്മളേറെ കാത്തിരുന്ന ഒരു ദിവസം, അതായത് കുറേ ദിവസമായിട്ട് നമ്മൾ പറയുന്നു ഫോർ ദ പീപ്പിൾ വരുന്നുണ്ട്. ഇത്തവണത്തെ അതിഥി നമ്മളുടെ സ്വന്തം MP ഫ്രാൻസിസ് ജോർജ് സാറാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് പറയുന്നു, ഒരുപാട് പേര് വിളിക്കുന്നു, അദ്ദേഹത്തോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ പറ്റുക, ഞങ്ങൾ ചോദ്യം അങ്ങോട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഞങ്ങളെയും ഫോൺ ലൈനിൽ ഒന്ന് ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇതിൽ വിളിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചവരുണ്ട്. അതിനുള്ള ഉത്തരവാണ് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടത്. ഇതിന് മുമ്പത്തെ നമ്മുടെ എപ്പിസോഡിൽ ചാണ്ടി ഉമ്മൻ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരാൾ വിളിച്ചൊരു റോഡിന്റെ അനാവസ്ഥയെ പറ്റി പറഞ്ഞു, അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞു. പക്ഷെ കൃത്യമായ ഇടപെടലുകൾ ഏതാണ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നടത്തുകയും ഇതേ കോളർ തന്നെ നമ്മളെ വിളിച്ചിട്ട് താങ്ക് യു പറയുകയും ചെയ്ത ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ട് ജനകീയ മാധ്യമമായ സർഗക്ഷേത്ര 89.6 FM ഫോർ ദ പീപ്പിൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് കോട്ടയത്തിന്റെ സ്വന്തം MP ഫ്രാൻസിസ് ജോർജ്. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ആരാ നമുക്ക് നോക്കിയാലോ? തീർച്ചയായും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരെന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഡാനിയൽ, പിറവത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആണ്. വെള്ളൂര് എയിംസ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് MP ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. MP കോട്ടയം നിയോജക പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതായതുകൊണ്ട് കോട്ടയം MP ആണ് ഇതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. പാർലമെന്റ് ഈ വിഷയം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. MP-യുടെ ഭാഗത്തു നിന്ന് അതൊരു വീഴ്ചയായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്. ചേട്ടാ, ധൈര്യമായി ചോദിച്ചോളൂ, MP നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ചേട്ടൻ്റെ അറിവിലേക്ക് പറയാം, ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്തുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ.
ഈ എയിംസിൻ്റെ കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടില്ല. ആക്ച്വലി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് 4 സ്പോട്ടുകൾ കൊടുക്കണം എന്നാണ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അതിലൊന്ന് കോട്ടയമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള മേഖലയിൽ എയിംസ് സ്ഥാപിക്കണം എന്നുള്ളൊരു പ്രപ്പോസലുണ്ട്. കളമശ്ശേരിയിലുണ്ട്, കോഴിക്കോട് കിനാലൂരുണ്ട്, പിന്നെ എൻ്റെ ഓർമ്മയിൽ ട്രിവാൻഡ്രം സൈഡാണെന്നാണ് ഞാൻ കൃത്യം ഓർക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. 2014 UDF സർക്കാർ ഉമ്മൻചാണ്ടിയാണ് ഈ 4 സ്ഥലങ്ങൾ പ്രപ്പോസ് ചെയ്തത്. അന്ന് ഈ ഇത്രയും സ്ട്രിക്റ്റ് നോംസ് ഒന്നും ഇല്ലായിരുന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടും കളമശ്ശേരിയിലെ HMT കോമ്പൗണ്ട്, അവിടെ 2 മെഡിക്കൽ കോളേജ് ഓൾറെഡി ഉണ്ട്. അവിടെ അത് കിട്ടുന്ന പ്രശ്നമില്ല. പിന്നെ ഉള്ളത് തിരുവനന്തപുരം ഓപ്പൺ ജയിൽ കോമ്പൗണ്ടാണ്. ഓപ്പൺ ജയിൽ കോമ്പൗണ്ട് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി റൂളിംഗ് വരെയുണ്ട്. പിന്നെയുള്ളത് കിനാലൂരാണ്. കിനാലൂര് സ്ഥലം 151 ഏക്കറേ ഉള്ളൂ. ശരിയാണ്, ഇതുവരെ എടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയക്ക് എടുത്തിരിക്കുന്ന സ്ഥലമാണ്. അതിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് അവിടെ തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, 100%. വേറെ ഒരു സ്ഥലം ഒരു താല്പര്യപ്പെടുന്നില്ല. ഈ 2014 ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് അതെല്ലാം പരിഗണിക്കപ്പെടാതെ പോയ സംഗതിയാണ്. അതിനകത്ത് അവർ വെള്ളൂര് ഈ കിനാലൂര് മാത്രം പിക്കപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്, വാശി പിടിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് അഴിമതിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളൂരാണ് അതിനുശേഷം 2014 ഉമ്മൻചാണ്ടി കൊടുക്കുമ്പോ ഈ ലിസ്റ്റ് കൊടുക്കുമ്പോ വെള്ളൂർ സ്ഥലം കേരള ഗവൺമെന്റ് കിട്ടിയിരുന്നില്ല. ശരിയാണ്, കിട്ടിയത് 2020-21 ഈ 700 ഏക്കർ സ്ഥലം അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ KPPയിലും KRലും പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വലിയൊരു ട്രഷറിക്ക് നഷ്ടം വരുത്തുന്ന ഒരു സംഗതിയാണ്. എക്സ്ചക്കറിന് ഭയങ്കര നഷ്ടം വരുത്തുന്ന സംഗതിയാണ്. KPPയിൽ ഭയങ്കര നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെയും ബാക്കി സ്ഥലമുണ്ട്. 400 ഏക്കറോളം സ്ഥലം ബാക്കി കിടപ്പുണ്ട്. അത് 200 ഏക്കർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയിംസ് കിട്ടും എന്നുള്ള ഡെഫിനറ്റ് ആണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. കേന്ദ്ര നോംസ് അനുസരിച്ച് 200 ഏക്കർ മിനിമം സ്ഥലം വേണം. അത് അവിടെ ഉണ്ട്. 200 കൂടുതലുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ട്രെയിൻ ഉണ്ട്, റെയിൽവേ, പുഴ, വെള്ളം, റോഡ് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിവുള്ളതാണ്. കേരളത്തിൽ ഇത്രയും പറ്റിയ സ്ഥലം വേറെ ഒരിടത്തും കിട്ടില്ല. മധ്യ കേരളമാണ്, സെൻട്രൽ പ്ലേസ് ആണ്, എല്ലാവർക്കും വരാൻ സൗകര്യമുള്ള സ്ഥലമാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഈ കാര്യങ്ങൾ ഇപ്പൊ അങ്ങ് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിൽ പ്രഷർ ചെലുത്തേണ്ടത് പാർലമെന്റിൽ തന്നെ ക്വസ്റ്റനായിട്ട് അവതരിപ്പിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. MP അതിനകത്ത് മുൻകൈ എടുക്കണം. കോട്ടയത്തെ MP ആണ് മുൻകൈ എടുക്കേണ്ടത്. ബാക്കിയുള്ളവർ അതിന്റെ പിന്നിലാണ് നിൽക്കുന്നത്. MP ആണ് മുൻകൈ എടുക്കേണ്ടത്. ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിനിയിപ്പോ ബഹുമാനപ്പെട്ട MPക്ക് എന്താണ് അതിന്റെ അകത്ത് പറയാനുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞാണ്, ഗ്രേറ്റർ പിറവങ്കാരും എല്ലാവരും പറഞ്ഞതാണ്. ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ സംസാരത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചോദ്യോത്തരവേളയിൽ സപ്ലിമെൻ്ററി ആയിട്ട് റേസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല കേന്ദ്രമന്ത്രി നദ്ദ ഹെൽത്ത് മിനിസ്റ്റർക്ക് ഞാൻ കത്ത് കൊടുക്കുകയും അതിൻ്റെ മറുപടിയിൽ കേരളം ഈ വിഷയം സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മറുപടി കിട്ടിയിട്ടുള്ളത്. ചേട്ടൻ അങ്ങ് പറഞ്ഞ ഈ പറയുന്ന പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ളൂരിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സ് എല്ലാം ഞാൻ നിരന്തരമായി ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഈ മൺസൂൺ സെഷന് മുമ്പായിട്ട് നടന്ന MP-മാരുടെ യോഗം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം. ഈ വിഷയം ഒരു വലിയ തർക്ക വിഷയമാണ്. കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തെ ആളുകൾക്ക് അവിടെ കിട്ടണമെന്നാണ്. കാസർഗോഡ് കിട്ടണമെന്ന് അവിടുത്തെ MP-ക്ക് ആഗ്രഹം. കിനാലൂർ ഓൾറെഡി ഗവൺമെൻറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കിനാലൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് മാറരുതെന്ന് അവിടുത്തെ MP-ക്ക് ആഗ്രഹം. ഇങ്ങനെ എല്ലാവരും. അപ്പം ഞാനിതിനകത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഈ സ്ഥാപനം നമുക്ക് കിട്ടില്ല. നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ പറയാം, എനിക്കത് പറയുന്നൊരു മടിയില്ല, ഞാനത് എല്ലാ വേദിയിലും മോസ്റ്റ് ഐഡിയൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം വെള്ളൂരാണ്. കാരണം ഇതൊരു സെൻട്രൽ പ്ലേസാണ്, ഇതൊരു വലിയ റെഫറൽ ഒരു സ്ഥാപനമാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾക്ക് വരാനും
അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ നമുക്ക് ഈ സ്ഥലം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഹെലിപാഡ് ഉണ്ടാക്കാം. ഈവൻ നമ്മുടെ ഈ പറയുന്ന ഈ നാഷണൽ വാട്ടർവേ എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് അടുത്ത് വരെ വരാനുള്ള സൗകര്യം, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കേരളത്തിൻ്റെ മധ്യഭാഗമാണ്, എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാവർക്കും കേരളത്തിൻ്റെ മുഴുവൻ ഭാഗത്തുള്ള ജനങ്ങൾക്ക് സേവനം കിട്ടാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കിടന്ന് നമുക്ക് വഴക്കുണ്ടാക്കാനോ കശപിശ ഉണ്ടാക്കാനോ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് പ്രയോജനം ചെയ്യില്ല. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കിനാലൂർ നിന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. എന്തൊക്കെ പറയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നതിനെ അങ്ങ് ടോട്ടലി അവഗണിച്ചോ മറികടന്നോ ഒരു തീരുമാനം എടുക്കില്ല. ഒന്ന് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് എടുക്കുന്ന, ഇപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ അതിന് ഞാൻ പറയാം. ഇപ്പോൾ കടുത്തുരുത്തിയിലെ കേന്ദ്രീയ വിദ്യാലയം അത് നിൽക്കാൻ പോവാണ്. അപ്പോൾ നിർത്താതിരിക്കാൻ ഞാനിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു 1 വർഷത്തേക്ക് നീട്ടിക്കിട്ടി. അതിന് കെട്ടിടമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പം നിലവിൽ അത് വെള്ളൂരാണ് പ്രൊജക്ട്, അവിടെ തന്നെ ഒരു 8 ഏക്കർ സ്ഥലം കൊടുത്താൽ മതി. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു വെച്ചാൽ അതൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം പറ്റില്ല, നമുക്ക് ആ സ്ഥാപനം നഷ്ടപ്പെടുന്നതിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ് നിലപാടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പറ്റില്ല. ഇവിടെ നമ്മൾ വ്യവസായം ഇപ്പോൾ KPPL-ഉം റബ്ബറും KRL-ഉം ഒക്കെ വന്നതുപോലെ വ്യവസായത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ കർശനമായിട്ടൊക്കെ ഈ കാര്യത്തിൽ നിലപാടെടുക്കുമ്പോൾ ഒരുപക്ഷെ കിനാലൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു മേഖലകളോ ഒന്നും പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ പിന്നെയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന വെള്ളൂരേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ MP-മാരിലാണ് കിടന്ന് അവിടെ കിടന്ന് കടിപിടി കൂടാൻ പറ്റില്ല, അതൊരു ഭംഗിയാവില്ല. ഒരാൾ എഴുന്നേറ്റ് ഒരു സ്ഥലം പറയുന്നു, വേറെ എഴുന്നേറ്റ് വേറൊരു സ്ഥലം പറയുന്നു. ഇതിനകത്തൊരു യോജിച്ച തീരുമാനം വേണം. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കിനാലൂർ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതിനകത്തൊരു പരിമിതിയുണ്ട്. പക്ഷേ വിൽ കീപ്പ് ഓൺ ട്രൈങ്. ഞാനിപ്പോൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിനാലൂർ ഇതുവരെ പൂർണ്ണമായിട്ട് സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ പ്ലേസ് എന്നുള്ള നിലയ്ക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഈ വെള്ളൂരാണ്. ഈ കാര്യം ഞാൻ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ കാര്യം നമ്മൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ലോക്സഭയിൽ ഞങ്ങൾ ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് അവിടെ വേണം ഇവിടെ വേണം അങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭംഗിയല്ല. നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പ്രസൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമുക്കൊരു പരിമിതിയുള്ളത്. അങ്ങനെ നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ശ്രമിക്കാതിരിക്കുകയല്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ MP-മാരുടെ യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ചത്. ചേട്ടാ, അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടി MP-യിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇല്ല. എന്തായാലും നമുക്ക് അതിൻ്റെ അതിൻ്റെ ഒരു തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും കോട്ടയത്ത് വെള്ളൂർ സ്വദേശിയാണ് നമ്മളെ ഫോണിൽ സംസാരിച്ചത്. ഞങ്ങൾക്ക് വാചകത്തിൽ മാത്രം പോരാ സാർ, ഞങ്ങൾക്ക് കാര്യമായി തന്നെ കാര്യം നടക്കണമെന്നാണ് ചേട്ടന്റെ ആ ഇല്ലായിലുള്ള ശക്തി. അത് മാത്രമല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെള്ളൂർ താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ഇത് വന്ന് കാണണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. സ്വപ്നങ്ങൾ ഇതുപോലെ ഏറെ നമുക്ക് പങ്കുവയ്ക്കാം. ഇങ്ങനെയാണ് ജനാധിപത്യം. അല്ല, എന്റെ അഭിപ്രായം തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിപ്പോൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരുന്നുള്ള അഭിപ്രായത്തെ ഇത് ഏറ്റവും ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായി കണക്ടിവിറ്റി വെച്ചിട്ട്, പിന്നെ ഇഷ്ടംപോലെ സ്ഥലം, ഇഷ്ടംപോലെ വെള്ളം, എല്ലാ സൗകര്യമുണ്ട്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിലേക്ക് നമുക്കൊരു ഹെലിപാഡൊക്കെ വേണ്ടി വരും. കാരണം രോഗികളെ പെട്ടെന്ന് കൊണ്ടുവരാൻ, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അതിനെല്ലാം ഇഷ്ടംപോലെ സ്ഥലമാണ് അവിടെ. അപ്പോൾ അത് ഇങ്ങനെ ഭാഗ്യവശാൽ ഇങ്ങനെ ഈ സ്ഥലം നമുക്ക് ഒത്തു കിട്ടിയപ്പോൾ അത് പ്രയോജനപ്പെടുത്തണം തന്നെയാണ്. അത് നമുക്ക് പറയാവുന്ന രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞു. തീർച്ചയായും ഇന്നു മുതൽ ഈ സ്വപ്നത്തിന് വേണ്ടി ഞങ്ങളും കൂടെ ഉണ്ടാവും. അതെ, സത്യം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ടിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അപ്പോൾ അതൊക്കെ സംഭവിക്കട്ടെ. ഒപ്പം തന്നെ ഫോർ ദ പീപ്പിളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക 9188474896 എന്ന നമ്പറിലേക്ക്, 9184747896 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. ഇത് ഫോർ ദ പീപ്പിൾ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതൂരം കരുതലായി കാലത്തിനൊപ്പം. For the people. യെസ്, ജനങ്ങൾക്കൊപ്പം തന്നെയാണ് ഇന്നും ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടത്. ആൻഡ് ഇന്ന് ഫോർ ദ പീപ്പിളിലൂടെ നമ്മോടൊപ്പം കൂടെയുള്ളത് നമ്മുടെ കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് സാറാണ്. ആൻഡ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അതിനുള്ള ഒരു നമ്പർ കൂടി ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. ഞാൻ ചോദിക്കാൻ പോയിരുന്നു, ഇത്തവണ ഞാൻ ചോദിച്ചാൽ പോരെന്ന്. ചോദിച്ചോളൂ. ഞാൻ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കാം. 9188474896 9188474896. ഇനി ഓവർ ടു യു. അപ്പൊ എന്തായാലും ഞാനും നമ്മുടെ RJ ഫാദറും കൂടെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഞാൻ തുടങ്ങി വെക്കാം. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളൊരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കോട്ടയം MP നമ്മൾ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും പുതിയ പ്രോജക്റ്റുകൾ, എന്തൊക്കെയാണ് സാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റുകൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ആഡ് ഓൺ കൂടി ഉണ്ട് ആ ചോദ്യത്തിന്, അത് RJ ഫാദർ കംപ്ലീറ്റ് ചെയ്യും. സാറേ, നമ്മൾ സംസാരിക്കുമ്പോഴേ റീസെന്റ് ആയിട്ട് നടന്ന സംഭവ വികാസങ്ങളെ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, കോട്ടയംകാരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ആ ഒരു സംഭവമാണ്. അത് നമ്മൾ മനസ്സിനെ വേദനിപ്പിച്ചാണ്. അപ്പോൾ ആ സമയത്ത് ജനപ്രതിനിധികൾ തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, ഇദ്ദേഹത്തിന് അങ്ങനെ ചില പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്നു. ഒരു രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ശരിക്കും അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്? ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ സംഭവ വികാസങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ അവള് വിക്ടിമായ ആ സഹോദരി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടാണ്. വൈക്കത്തെ തലയോലപ്പറമ്പ് മേഖലയിൽപ്പെട്ട സഹോദരിയാണ്. വളരെ നിർഭാഗ്യകരമായിപ്പോയി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട്. ഈ കെട്ടിടം വളരെ പഴയതാണ്. ഈ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ആ കാലത്തെ ഒരു കെട്ടിടമാണ്. വളരെ ഒരു ഡിലാപ്പിഡേറ്റഡ് സ്റ്റേജിലായിരുന്നു, മോശമായിരുന്നു. അത് അൺഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കഴിഞ്ഞ 8-9 വർഷമായിട്ടിരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആളുകളെ ഒരു കാരണവശാലും താമസിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പുതിയ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മഴക്കാലമായപ്പോൾ, അപ്പോൾ ഈ മഴവെള്ളം ഇറങ്ങി ഭിത്തി കുതിർന്നാണ് തകർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിർഭാഗ്യവശാൽ ആ സഹോദരി മകളെ കൊണ്ട് ചികിത്സയ്ക്ക് വന്നു ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ കയറിയ അവസരത്തിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തും ആവട്ടെ, അങ്ങനെ സംഭവിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിരുന്നു. അവിടെ വേണ്ടത് അടിയന്തരമായി അങ്ങനെ അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിയണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം. മെഡിക്കൽ കോളേജിൻ്റെ പ്രയോറിറ്റി നമ്മളതാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി കൂടിയിട്ട് തന്നെ 2-2.5 വർഷങ്ങളായി എന്നാണ് പറഞ്ഞത്. അവിടുത്തെ വളരെ പ്രഗത്ഭരായിട്ട് ഡോക്ടേഴ്സാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജയകുമാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു ശസ്ത്രക്രിയ വിദഗ്ധനാണ്. എല്ലാവരും അവർ വളരെ ഡെഡിക്കേറ്റഡ് ജോലി ചെയ്യുന്നു. അവിടുത്തെ ഫുട്ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 7000-ഓളം രോഗികൾ വരുന്നു, അവരും അവരുടെ കൂട്ട് വരുന്നു. അപ്പോൾ അത്ര ക്രൗഡറാണ്. സൗകര്യങ്ങളുണ്ടാകണം. അതിന് ഗവൺമെൻറ് ഫണ്ട് ഒരു കാരണവശാലും മെഡിക്കൽ രംഗത്തേക്ക് കൊടുക്കുന്നപ്പോൾ 400 കോടി അനുവദിച്ചിട്ട് അതിൽ 125 കോടി കട്ട് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കേസ്, ഇവരെല്ലാവരും എൻ്റെ അടുത്ത് സമീപിച്ചിരുന്നു. ഫണ്ട് വേണം, അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ വാങ്ങാൻ ഫണ്ടില്ല, അത് ഫണ്ട് വേണമെന്ന് പറഞ്ഞു വന്നിരുന്നു. ഞാൻ ഈ പ്രാവശ്യത്തെ MP ഫണ്ടിൽ നിന്ന് 3-4 കാര്യങ്ങൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന അതായത് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. അതായത് ക്യാൻസർ പോലുള്ള വളരെ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ആ സാധനം ഇല്ല അവിടെ. അപ്പോൾ അത് വേണം, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 25 ലക്ഷം രൂപ വേണം. കാര്യം നമുക്ക് ഫണ്ട് വളരെ കുറവാണ്. പക്ഷേ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് 25 ലക്ഷം അനുവദിച്ചു. കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്, അവിടെ മൾട്ടി പാരാ മോണിറ്റർ എന്ന് പറയും. അതായത് ഈ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ, പൾസ് റേറ്റൊക്കെ നവജാത ശിശുക്കളുടെ കണ്ടെത്താനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വാങ്ങാൻ അതിന് പണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രിമച്വർ ബർത്തൊക്കെ ഉണ്ടാവുമല്ലോ, 6 ലക്ഷം രൂപ നമ്മൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് കൊടുത്തു. അതുപോലെ ഈ ന്യൂ ബോൺ കാർഡിയാക് പ്രോബ്, ഈ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാകും കൊച്ചുകുട്ടികൾക്ക്. അതൊന്നും നിലവിലുള്ള മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇത് വേണം. അത് വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞു. 5.5 ലക്ഷം രൂപ നമ്മൾ അതിന് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജ് നമ്മൾ 25 ലക്ഷം കൊടുത്തു. ഡെൻ്റൽ കോളേജിൽ ഓറൽ സ്കാനർ അതിന് 6 ലക്ഷം രൂപ കൊടുത്തു. എല്ലാം കൂടി ഒരു 42-43 ലക്ഷം രൂപ ഞാൻ എൻ്റെ MP ഫണ്ടിൽ തന്നെ, ഞാനിപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് പറയില്ല, നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ എന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രയോറിറ്റി എന്നാണ്. ഇപ്പം നമ്മളവിടെ 2 കവാടങ്ങൾ പണി, ഞാൻ കവാടം പണിയുന്നതിനും ബ്യൂട്ടിഫിക്കേഷനൊന്നും എതിരല്ല. പക്ഷേ അതൊക്കെ ലീസ്റ്റ് പ്രയോറിറ്റിയിൽ വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് കെട്ടിടവും അങ്ങനെയുള്ള സൗകര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ആധുനിക ഉപകരണങ്ങൾ വേണം. അത് കൊടുക്കാതെ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാമെന്ന് പറയുന്ന ചില പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മെഡിക്കൽ കോളേജിൽ കോട്ടയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയഭാഗത്തിരിക്കുന്നു. അവിടുത്തെ സൗകര്യങ്ങൾ എല്ലാം അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയണം. ഈ മോഡേൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങണം. സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. ഇവിടെ പഠിച്ചു പോയ എത്രയോ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ വിദേശത്തൊക്കെ ചെന്നപ്പോൾ അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊന്ന് സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ പരമാവധി ഫണ്ട് എത്തിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. നമ്മളിവിടെ ഈ മെഡിക്കൽ രംഗത്ത് നമുക്ക് വേറെയും ഇവിടെ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ഒരു CGHS സെൻറ്റർ നമ്മൾ ലക്ഷ്യം നമ്മൾ ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഹെൽത്ത് സ്കീമിനുള്ള ഒരു ഡിസ്പെൻസറി, ഒരു ഹോസ്പിറ്റൽ
അതിവിടെ കോട്ടയത്ത് തുടങ്ങണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. ഒത്തിരി പേരുണ്ട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. ഇപ്പോൾ അവർ മരുന്ന് വാങ്ങാൻ തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം, ചിലപ്പോൾ ചെല്ലുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു CGH സെൻറ്റർ നമുക്കിവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ESI ഹോസ്പിറ്റൽ അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ രംഗത്ത്, ആരോഗ്യപരിപാലന രംഗത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എയിം ചെയ്യുകയാണ്. ഇനി വിദ്യാഭ്യാസ രംഗം എടുത്താൽ ഇപ്പോൾ കടുത്തുരുത്തിയിലെ കേന്ദ്രീയ വിദ്യാലയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കടുത്തുരുത്തിയിൽ ആക്ച്വലി സ്ഥലമുണ്ട്, പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് തണ്ണീർത്തടമാണെന്നുള്ള ആ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് പറഞ്ഞത് പ്രശ്നം കഴിയുമ്പോൾ ശ്രീ മോൻസ് ജോസഫ് MLA അതിനുവേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ ഒരു പരിധിവരെ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം നമ്മൾ തീർച്ചയായിട്ടും നടത്തും. സയൻസ് സിറ്റി ഇപ്പോൾ കുറവലിങ്ങാട് ഉദ്ഘാടനം ചെയ്ത സയൻസ് സിറ്റി ഉണ്ട്. സയൻസ് സിറ്റി എന്ന് പറഞ്ഞാലും അതിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങ് പൂർണ്ണമായിട്ടില്ല. നമ്മളതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ, ചെറിയ ചില കാര്യങ്ങളേ ആയിട്ടുള്ളൂ. ആക്ച്വലി അവിടെ നമ്മൾ ISROയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്പേസ് ഒഡീസി, ഇപ്പോൾ നമ്മൾ സ്പേസ് വളരെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളൊരാളെ അങ്ങോട്ട് അയച്ച് തിരിച്ചു വന്നു കഴിഞ്ഞു. ഇനി മാൻഡ് ഫ്ലൈറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ അത് സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഈ രംഗത്തേക്കൊക്കെ കൂടുതലായിട്ട് കടന്നു വരണം. ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ISROയുടെ സഹായത്തോടു കൂടി ആ സയൻസ് സിറ്റിയിൽ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അവിടെയും സയൻസ് സിറ്റിയുടെ തുടക്കം കേന്ദ്ര ഗവൺമെൻറ് 7-7.5 കോടി രൂപയെ ചിലവഴിച്ചിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് 100 കോടി രൂപയുടെ അലോട്ട്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ശ്രീ ജോസ് കെ മാണി MP ആയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ തുടക്കമായത്. അന്ന് ശ്രീ മോൻസ് ജോസഫ് MLA ആണ്. അദ്ദേഹവും നിരന്തരമായി പരിശ്രമിച്ചാണ് ആ സ്ഥലം കോഴയിലെ കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ കുറവലിങ്ങാട് ആ സ്ഥലമൊക്കെ ലഭ്യമാക്കിയത്. ഇപ്പോഴും നിയമസഭയ്ക്കകത്തും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം സയൻസ് സിറ്റി കൂടിയാണ്. സയൻസ് സിറ്റി പൂർണ്ണമായിട്ടൊന്ന് പൂർത്തിയാക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. മറ്റൊന്ന് നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോട്ടയത്തിൻ്റെ അല്ലെങ്കിൽ അപ്പർ കുട്ടനാടൻ ബെൽറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നെല്ലറയായിട്ടുള്ള കുട്ടനാടിൻ്റെ ഒരു സംരക്ഷണം, അവിടെ നിരന്തരം വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ വേമ്പനാട് ലേക്ക് അത് വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. പൊല്യൂഷൻ മൂലം വേമ്പനാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വേമ്പനാട് ഒരു ലേക്ക് അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, കുട്ടനാട് ഇതിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള സംരക്ഷണം, സമഗ്രമായിട്ടുള്ളൊരു സംരക്ഷണം, അതിനുവേണ്ടി ഒരു പ്രോജക്റ്റ് വേണം. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ എക്കോ റെസ്റ്റോറേഷൻ ഓഫ് വേമ്പനാട് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പെർസീവ് ചെയ്ത് അത് കേന്ദ്രത്തിൽ നേടിയെടുത്ത് വേമ്പനാട് ശുദ്ധീകരിക്കുക, അതിനെ വീണ്ടും റിജുവിനേറ്റ് ചെയ്യുക, കുട്ടനാട്ടിൽ കൃഷിയും മറ്റ് മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുക. വെള്ളപ്പൊക്കം പരിപൂർണമായി നമ്മുടെ ഈ മേഖലയിൽ നിന്ന്, കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ ശല്യം അത് ഒഴിവാക്കാനായിട്ട് ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെയും തോട്ടപ്പള്ളി സ്പിൽവേയുടെയൊക്കെ ഓപ്പറേഷൻ അതെല്ലാം ഈ വേമ്പനാട് ഈ വേമ്പനാട് ലേക്ക് അതോറിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ വരും. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോകും. പിന്നെ കോട്ടയം സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടകം കുടിവെള്ള പദ്ധതി 10,000-15,000 ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നതാണ്. അത് പൈപ്പിടാൻ NH അതോറിറ്റി സമ്മതിക്കാതിരുന്നത് കൊണ്ട് മുടങ്ങിക്കിടക്കായിരുന്നു. NHൻ്റെ അനുവാദം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പൈപ്പ് ഇടേണ്ട വർക്ക് നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ നാട്ടകത്തേക്ക് കുടിവെള്ളം സുഗമമായി എത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് NHൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സം നമ്മൾ നീക്കിയിട്ടുണ്ട്. അത് ചെയ്യണം. ആ പദ്ധതി പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മൾ പാർലമെൻറ്റ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ബജറ്റിൽ താമരക്കുരു സംസ്കരിക്കാനുള്ള ഒരു ബോർഡ് രൂപീകരിക്കും ബീഹാറിൽ എന്ന് ധനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു താമരക്കുരുവിനെ ഓക്കെ ആയിക്കോട്ടെ, നല്ല കാര്യം, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ചക്ക. അത് സംസ്കരിക്കാൻ ചക്കയുടെ ഒരു വിപുലമായ സാധ്യതകളാണ്. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ഇന്ത്യയുടെ പല ഭാഗത്തും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, നമുക്കത് പ്രിസർവ് ചെയ്ത് ദീർഘകാലം സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഒരു ജാക്ക് ഫ്രൂട്ട് ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തനങ്ങൾ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഇനിയുള്ള നാളുകളിൽ വളരെ നിരന്തരമായി ഇൻറ്റൻസീവായിട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകും. കുറേയേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്തായാലും പല മേഖലകളിൽ, ഇപ്പം ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല, വെൽഫെയർ, അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിലുള്ള അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ MP സാറ് ഫ്രാൻസിസ് സാറ് ഇപ്പം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഈ ഒരു പേരും പെരുമയും
ഒരു ഇൻ്റർനാഷണൽ ഫോക്കസ് കിട്ടാനുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. അതായത് ഈ യുനെസ്കോ അറിയാമല്ലോ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ അവരുടെ ഒരു പ്രോജക്റ്റുണ്ട്, സ്മാർട്ട് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ ലോകത്തിലെ ഓരോ സിറ്റികളുടെയും പ്രത്യേകതകൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പേര്, ഓരോ സിറ്റിക്ക് ഓരോ പേര് കൊടുത്തുകൊണ്ട് ഒരു യുനെസ്കോയുടെ ഒരു ടാഗ് കൊടുത്ത് അതിനെ ഒന്ന് അംഗീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കോട്ടയത്തിൻ്റെ ഈ നമ്മളുടെ ഫസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട്, ലിറ്ററസി 100% ലിറ്ററസി കിട്ടിയ ഡിസ്ട്രിക്ട്, പിന്നെ ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ഫസ്റ്റ് ഗേൾസ് സ്കൂൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ വിദ്യാഭ്യാസം, പിന്നെ നമ്മളുടെ വിപുലമായ, ഇപ്പോൾ നമ്മൾ CMI സ്ഥാപനങ്ങൾ തന്നെ എടുത്താൽ സ്കൂളുകളും കോളേജുകളും എല്ലാമായി എന്താണ് പറയുക, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറയാവുന്ന സ്ഥാപനങ്ങളാണ് CMI സന്യാസ സമൂഹം നടത്തുന്നത്. അതെല്ലാം കോട്ടയത്താണ്, മാന്നാനം. പിന്നെ ചാവറ പിതാവിൻ്റെ ആ ഒരു വലിയ പൈതൃകം വിദ്യാഭ്യാസ രംഗത്ത്, ഇതെല്ലാം പരിഗണിച്ച് സിറ്റി ഓഫ് ലേണിംഗ് എന്നുള്ള യുനെസ്കോ ടാഗ് നമുക്ക് കിട്ടണം. അതിൻ്റെ പേപ്പേഴ്സെല്ലാം നമ്മൾ തയ്യാറാക്കി മുനിസിപ്പൽ കൗൺസിൽ വഴിയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മളത് HRD മിനിസ്ട്രിയിൽ കൊടുത്തു. HRD മിനിസ്ട്രി അത് പ്രോസസ് ചെയ്തു, വെറ്റ് ചെയ്തു, അവരത് യുനെസ്കോയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 99%, ഞാൻ അത്രേ പറയുള്ളൂ, 99.99% നമുക്ക് ആ അംഗീകാരം. യുനെസ്കോയുടെ ടാഗ് കോട്ടയം ലേണിംഗ് സിറ്റി എന്നുള്ള ആ ടാഗ്, പഠന നഗരം, ലോകത്തിലെ വിവിധ പഠന നഗരങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് കോട്ടയമായി മാറും. അതിലൂടെ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടുന്ന പ്രശസ്തിയും, ഇവിടെ തന്നെ ഇപ്പോൾ ഏകദേശം എത്രയാണ് 8000-ഓളം തന്നെ എത്രയോളം കുട്ടികൾ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വന്ന് പഠിക്കാനുള്ള ഒരു അട്രാക്ഷൻ. നമ്മുടെ ഹെറിറ്റേജ് സൈറ്റ്സ് ഒത്തിരിയുണ്ട്, അതേക്കുറിച്ചൊക്കെ ഗവേഷണം നടത്താനായിട്ട് കൂടുതൽ ഗവേഷകർ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വരിക. അങ്ങനെ കോട്ടയം ഒരു ഇൻ്റർനാഷണൽ ഫോക്കസിലേക്ക് വരാനുള്ള ഒരു പ്രവർത്തനം. എന്നോട് ആക്ച്വലി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത്, ഇങ്ങനെയുള്ള സജഷൻ ആദ്യം പറഞ്ഞത് ശ്രീ ജോസ് പനച്ചിപ്പുറമാണ്, എൻ്റെ സുഹൃത്ത്, നമ്മുടെ മലയാള മനോരമയിലെ ചീഫ് ന്യൂസ് എഡിറ്ററായിട്ടുള്ള ജോസ് പനച്ചിപ്പുറം. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ വലിയ താല്പര്യം എടുത്തിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ താല്പര്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ശ്രമത്തോടു കൂടി ഈ ഒരു ടാഗ്, ലേണിംഗ് സിറ്റി എന്നുള്ള ടാഗ് കോട്ടയത്തിന് വാങ്ങിയെടുക്കാം എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. നമുക്കറിയാം കോഴിക്കോട് നഗരം സാഹിത്യ നഗരം എന്ന പേര് തൃശ്ശൂർ സിറ്റി ഓഫ് ലേണിംഗ് കിട്ടി. അങ്ങനെ സംസ്ഥാനം മുഴുവൻ ആഘോഷിച്ചായിരുന്നു ആ ഒരു സാഹിത്യ നഗരം വന്നു. അപ്പോൾ എന്തായാലും കോട്ടയം ഇനി സിറ്റി ഓഫ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ ആഘോഷമാക്കും, ഒട്ടും താമസിക്കാതെ. അതെ, കോട്ടയത്തേക്ക് വരൂ പഠിക്കാൻ എന്ന് പറയും. അപ്പോൾ അതിൽ സർഗക്ഷേത്രയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. തീർച്ചയായിട്ടും പഠന നഗരത്തിന്റെ നെറുകയിൽ ഞങ്ങളും ഉണ്ടാകും. അതെ, അതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് സാറാണ് ഇന്ന് ഫോർ ദ പീപ്പിളിൽ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്താണോ സംസാരിക്കാനായിട്ടുള്ളത്, എന്താണോ പറയാനായിട്ടുള്ളത്, മെസ്സേജ് ആയിട്ടും കോൾ ആയിട്ടും അറിയിക്കാവുന്നതാണ്. 9188474896 എന്ന നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. നമ്മുടെ സർഗക്ഷേത്ര ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഓൺ സർഗക്ഷേത്ര 89.6 FM. For the people. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്പർക്ക പരിപാടിയാണ് ഫോർ ദ പീപ്പിൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാർ. ജോയുടെ ആ ഒരു ഇൻട്രോ കേട്ടോണ്ടിരിക്കുകയാണ്. ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാം വന്നാലും മറക്കാൻ പാടില്ല ജനാധിപത്യം, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ടു ദ പീപ്പിൾ എന്നുള്ള കാര്യം. ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവം ഗംഭീരമായിട്ട് നമ്മുടെ റേഡിയോയിലും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറഞ്ഞ പോലെ റേഡിയോ പരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് എത്താനുള്ള കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെ ഒരു ശ്രമവും നമ്മുടെ റേഡിയോയുമായി ചേർന്ന് നടത്തിയാണ്. ജനകീയ മാധ്യമമായ സർഗക്ഷേത്ര 89.6 FM-ന്റെ ഫോർ ദ പീപ്പിളിന്റെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ ചേട്ടാ, നമ്മുടെ സാർ ഇവിടെ ഉണ്ട്, സംസാരിക്കാം. ചേട്ടന്റെ പേര് പറഞ്ഞു തുടങ്ങാമോ? ദില്ലി കുര്യൻ അല്ലേ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം. ഓക്കെ, നമുക്ക് ചോദ്യം സാറിനോട് ഉന്നയിക്കാം. ഹലോ, പറഞ്ഞോളൂ. സാർ, ഞാൻ ദില്ലി കുര്യൻ, കോട്ടയത്താണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കോട്ടയത്തെ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു പറയാനായിട്ട്. പറഞ്ഞോളൂ. അപ്പോൾ അതായത് ഇപ്പം ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വാട്ടർ മെട്രോ, അതായത് ഇപ്പം ബോട്ട് സർവീസ് നിൽക്കില്ലത്, അത് നമുക്കൊരു ഡെവലപ്മെന്റ്, അതിനുവേണ്ടി ഒരു വാട്ടർ, അതിപ്പം കൊച്ചിയിലുണ്ട് വാട്ടർ മെട്രോയുടെ ഉണ്ട്, അതുപോലെ ഇത് ഇവിടെ വരുവാണെങ്കിൽ
ഹലോ ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അങ്ങനെ ഒരു വാട്ടർ മെട്രോ സർവീസ്, അങ്ങനെ ഒരു 2 വാട്ടർ മെട്രോ സർവീസ് വരുവാണെങ്കിലും അത് നമുക്ക് സർവീസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു നമ്മുടെ സ്റ്റേഡിയം, അതായത് നമ്മുടെ കോട്ടയത്തുള്ള സ്റ്റേഡിയം ഒന്ന് ഒരു റിന്യൂ ചെയ്ത ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കിയെടുത്ത് വെക്കാനും, പിന്നെ ഒരു വേറൊരു സജഷൻ കൂടി ഉണ്ട്. പിന്നെ നമ്മളൊരു, അതായത് ഇപ്പം നമ്മുടെ കോട്ടയം ഉണ്ടല്ലോ, അതായത് മൈതാനം കോട്ടയം സിറ്റി മൈതാനത്തിന് അവിടെ ഒരു നമ്മളിപ്പോ ഒരു നോളജ് ഹിസ്റ്ററി ഓഫ് നോളജ് പാർക്ക് വരുവാണെങ്കിൽ, ഹിസ്റ്ററിയുടെ നോളജ് പാർക്ക്, പിന്നെ ഒരു ഡെവലപ്മെന്റ്, ഒരു എഡ്യൂക്കേഷൻ സ്റ്റോർ ആയിട്ടുള്ള ഒരു മാള് പോലെയോ, എഡ്യൂക്കേഷൻ മാൾ വിത്ത് നോളജ് ഓഫ് ഹിസ്റ്ററി പാർക്ക്, അങ്ങനെ ചെയ്യാമോ എന്നാണോ ചോദിക്കുന്നത്? സജഷൻസ് ആണ് അങ്ങനെ ചോദിച്ചാ, അങ്ങനെ അതായത് തുടങ്ങാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള സജഷൻസ് ആയിട്ട് പറഞ്ഞു ഡെവലപ്മെന്റിനെ കുറിച്ച്. ഓക്കെ, അത് നമ്മളതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ വാട്ടർവേയുടെ കാര്യത്തിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ കുമരകമൊക്കെ ആ മേഖലയ്ക്കായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്കിങ്ങനെയുള്ള വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കോട്ടയം എറണാകുളം കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുമരകത്തിന് ഞാൻ ബോട്ടിൽ പോവുകയുണ്ടായി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ സാധ്യത. നമ്മളുടെ ഇപ്പോൾ കോട്ടയം പോർട്ടിൻ്റെയൊക്കെ സൈഡിൽ കൂടെയുള്ള ആ കായലുണ്ടല്ലോ, ആ കായൽ വഴിയിലൂടെ ആ വാട്ടർവേയിലൂടെ ഞാനിന്ന് ബോട്ടിൽ സഞ്ചരിക്കുകയുണ്ടായി. ഇപ്പോൾ പഴുക്കാവിള എന്ന് പറയുന്നത് അവിടം വരെ പോയായിരുന്നു. അതെന്ത് ഭയങ്കര സാധ്യതയുള്ളൊരു മേഖലയാണ്. അതൊക്കെ ഡ്രഡ്ജ് ചെയ്ത് ശരിക്കും അത് ഈ ഡ്രഡ്ജ് ചെയ്ത് കിട്ടുന്ന ഈ എക്കലെല്ലാം കൂടി നമുക്ക് സൈഡിലിട്ട് ഒരു വഴി പോലെ ആക്കി അവിടെ ശരിക്കും ഈ പറയുന്ന പോലെ കുറേ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് വന്നിരിക്കാനും പോകാനും ഒക്കെയുള്ള റോഡും അതോടൊപ്പം തന്നെ ഭക്ഷണശാലകളും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്, വലിയ സാധ്യതയാണുള്ളത്. അപ്പം അതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സജഷൻസ് ഉണ്ട്. ഞാൻ ഒരു സാറിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു മറ്റേ ഫുഡ് ഏരിയ ഫുഡ് അവിടെ ഡെവലപ്മെന്റ് ആയി എടുക്കാനായിട്ടൊക്കെ കുമരകത്ത് ഇപ്പം തന്നെ ഈ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ ഈ റോഡ് സൗകര്യം കുറഞ്ഞതുകൊണ്ട്, ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ടൂറിസ്റ്റുകൾ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണക്ടിവിറ്റി ആലോചിക്കുന്നത്. അപ്പോൾ അതൊരു എലിവേറ്റഡ് പാത്ത്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചാണ് കുമരകത്തിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്. നമ്മളതേക്കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പെർട്ട് ഏജൻസിയെ കൊണ്ട് പഠനം നടത്തണം. വാസ്തവത്തിൽ കേരളത്തിലെ ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇപ്പം നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ, അതുപോലെ ഈ അടുത്ത കാലത്ത് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ പറഞ്ഞ ഒരു വ്യക്തി ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങൾ ലോകത്തിലെടുത്താൽ അതൊന്ന് കേരളമാണെന്നാണ് പറഞ്ഞത്. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് ടൂറിസ്റ്റുകൾ ഗ്രാമീണ ജീവിതം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ 3 സ്പോട്ടുകൾ, 3 നമ്മുടെ ജില്ലയിലാണ്. വൈക്കം, കുമരകം, മറവന്തുരുത്ത് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ജില്ലയിലാണ്. അപ്പം നമുക്കിവിടെ ഈ കായലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷവും അതുപോലെ ഈ പറയുന്ന ഇതെല്ലാം കുമരകത്തിൻ്റെ ഈ ബേർഡ് സാങ്ച്വറി ഉൾപ്പെടെയുള്ള സാധ്യതകൾ ശരിക്കും പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള കണക്ടിവിറ്റി നന്നാവണം. ഇപ്പം കുമരകത്ത് ചെന്ന് കഴിഞ്ഞാൽ റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞാണ്. നമ്മളുടെ ഈ തോടുകളുടെ സൈഡിലേക്കുള്ള ചെറിയ റോഡുകളാണ്. അതുപോലും വൃത്തിയായിട്ട് നമുക്ക് ടാർ ചെയ്ത് ഭംഗിയായിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സമഗ്രമായിട്ടുള്ളൊരു പ്ലാനിങ് ആവശ്യമാണ്. ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ബൗണ്ടായിട്ട് ഓരോന്ന് ഏറ്റെടുക്കണം, ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ഇനി കൂടുതൽ കണക്ടിവിറ്റി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മളിതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സാർ, അതുപോലെ നമുക്ക് ഈ കോട്ടയത്തുനിന്ന് ആലപ്പുഴയ്ക്ക് ശരിക്കും ബോട്ടുണ്ട്. അതിനെപ്പറ്റി അധികം ആർക്കും അറിയില്ല. പക്ഷെ ഞാനൊരു പ്രാവശ്യം അതിൽ സഞ്ചരിച്ച് നോക്കിയായിരുന്നു. ഗംഭീര കാഴ്ചകളാണ്. അതുപോലെ നമുക്ക് ചെലവും വളരെ കുറവാണ്. നമ്മുടെ ഗവൺമെന്റ് ബോട്ടായതുകൊണ്ട് നമുക്ക് അതിൽ വെറുതെ ഇരുന്നാൽ നിസ്സാരമായിട്ട് പോകാം. പക്ഷെ അതിന് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടും, ഇപ്പോൾ ഈ വാട്ടർ മെട്രോയുടെ കാര്യം പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു പൈതൃകവും പാരമ്പര്യവും ഒക്കെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളും ഇച്ചിരി വർണ്ണാഭമായിട്ടുള്ള രീതിയിലെ ബോട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിലൊന്ന് അങ്ങനത്തെ കാര്യങ്ങളിലൊന്ന് ഒരു MP എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ വേണ്ടി? അതെ, ഞാൻ അതേക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മേഖലയുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ വാസ്തവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇടുക്കി മലയോര മേഖലയിലാണ്. ദീർഘകാലം അവിടെയായിരുന്നു. ഇപ്പോൾ പുതുതായിട്ടാണ് ഞാൻ ഈ കോട്ടയത്ത് വന്ന് ലാൻഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് പഠിച്ച് വരുന്നതൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ റോഡിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കാനായിട്ട് ബോട്ടിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ സാധ്യത എനിക്ക് ബോധ്യപ്പെട്ടത്. ആദ്യം നമ്മൾക്ക് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം വേണമല്ലോ. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ഞാൻ പലരോട് സംസാരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് നല്ല അറിവുള്ള ഇവിടുത്തെ ലോക്കൽ എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരതിനുള്ള ചില കൺസെപ്റ്റ് നോട്ടുകൾ തന്നിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ഒന്ന് മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, കേന്ദ്ര ലെവലിൽ അംഗീകരിക്കുന്ന നല്ല പ്രോജക്റ്റുകൾ വേണം. നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതിനുള്ള കോമ്പിറ്റൻസി ഇല്ല. വളരെ ചുരുക്കമാർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അവർക്ക് റൊട്ടീൻ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിനപ്പുറമില്ല. അപ്പോൾ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫണ്ട് അതിനു വേണ്ടി മുടക്കാൻ. ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, കുട്ടനാട് പാക്കേജ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ, കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അന്ന് എന്നോട് ശ്രീ ആനന്ദ ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 1500 കോടി 1800 കോടിയൊക്കെ അനുവദിക്കുന്നു. ഇതൊന്നും കേന്ദ്ര ഗവൺമെൻറ്, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സാധനം ഒന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ അംഗീകരിക്കില്ല. ചുമ്മാ ഇങ്ങനെ കെട്ടിക്കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ഇത് എങ്ങനെ കേന്ദ്ര മാനദണ്ഡങ്ങളനുസരിച്ച് എങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കാമെന്നുള്ള എക്സ്പെർട്ട് ഏജൻസീസിനെ ഏൽപ്പിച്ചാൽ, അവർക്ക് ചിലപ്പോൾ 15, 20, 25 ലക്ഷം രൂപ ഫീസ് കൊടുക്കേണ്ടി വരും. എന്താണ് നഷ്ടം? 1500 കോടി കിട്ടും, 25 ലക്ഷം ഫീസ് കൊടുക്കുന്നതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിമുട്ടിയും പോയി ഒന്നും ഈ പ്രോജക്റ്റുകളൊന്നും ഇപ്പോൾ കുട്ടനാട് പാക്കേജൊക്കെ അനുവദിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒത്തിരി ബുദ്ധിമുട്ടിയത്, കുട്ടനാട് അതുപോലെ ഇടുക്കി പാക്കേജ്, ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ 2 പാക്കേജ് നമുക്ക് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് കാര്യം? എന്നോട് അന്ന് പ്രൊഫസർ MS സ്വാമിനാഥൻ പറഞ്ഞു, ജോർജ്, പ്രോജക്റ്റുകളും പ്രപ്പോസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചു വേണം, ഇതിൻ്റെ പിറകിൽ നിന്ന് നിരന്തരമായി ഇത് നേടിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ആ രീതിയിലേക്ക് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കോട്ടയത്തിൻ്റെ ഒരു വികസനം, കോട്ടയം ജില്ലയുടെ മൊത്തത്തിലും നമ്മുടെ ഈ കോട്ടയം സിറ്റി എന്ന് പറയുന്ന കേന്ദ്രീകരിച്ചുള്ള ഈ മേഖലയിൽ ടൂറിസത്തിനും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം വലിയ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിൽ ഒരു കാൽവയ്പ്പാണ് നമ്മുടെ ഈ പഠന നഗരം എന്നുള്ള ആ ഒരു ടാഗ് നമ്മൾ വാങ്ങുന്നത്. ടൂറിസത്തിനെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ താഴത്തങ്ങാടി വള്ളംകളി പോലെയുള്ള കാര്യങ്ങളെ അതെ, നമ്മുടെ ഈ ബോട്ട് റേസസ് എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുമരകത്തു നിന്നാണ് ഇപ്പൊ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ മത്സരിക്കുന്ന ഒരു 5ഓളം ബോട്ട് ക്ലബ്ബുകൾ കുമരകത്തു നിന്ന് തന്നെ വരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും കോട്ടയത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും അതെ പൂവണിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജോ എന്തോ ഒരു ചോദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ഞാനും ആക്ച്വലി ചോദിക്കാനായിട്ട് വന്നതും സാറ് പറഞ്ഞതും ഏകദേശം ഒന്ന് തന്നെയാണ്. ടൂറിസം ഡെവലപ്മെന്റ്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഒരു മുഖമുദ്ര തന്നെയാണ് ഈ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം കൊച്ചി ആയിക്കോട്ടെ, കുമരകം ആയിക്കോട്ടെ, ഉത്തരവാദിത്ത ടൂറിസം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അപ്കമിങ് കേൾക്കുന്നുണ്ട് ഓരോ പ്രോജക്ട്സ് ഒക്കെ. അപ്പം എന്തൊക്കെയാണ് ഇനി വരുന്നത് അതൊക്കെ സാർ ഇപ്പം മെൻഷൻ ചെയ്തു. അപ്പം ഇതുപോലെ നമ്മളും കാത്തിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ വരാനായിട്ട്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി സാറിനോട് ചോദിച്ചറിയാനായിട്ടും വിളിക്കാവുന്നതാണ്. ഓക്കെ, ചർച്ച ഇത്രയും സീരിയസ് ആയിട്ട് പോയി സ്ഥിതിക്ക് ലൈറ്റ് ആക്കിക്കോട്ടെ. ഓക്കെ, തീർച്ചയായും. സാറേ, സിനിമ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കാണുന്നത് വലിയ ഇഷ്ടമാണ് സിനിമ. നല്ല സിനിമകൾ, ചിലത് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ കാണുന്നതും അതൊരു വശം. അതല്ലാതെയുള്ള നല്ല എന്താ പറയുക, വളരെ വളരെ ക്ലാസിക് സിനിമകൾ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഞാനതൊരു 100 അതിലൊക്കെ കൂടുതൽ പ്രാവശ്യം വീണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അതിൻ്റെ സീൻ ഈ യൂട്യൂബിൽ എന്തെങ്കിലും കാണും. ഗോഡ് ഫാദർ എന്ന് പറയുന്ന മാരിയോ പ്യൂസോയുടെ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം. 3 ട്രയോളജി, 3 ഇതുണ്ട്. അതിലെ അഭിനയവും അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ സൂപ്പറാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്ന് വരെ കാണും, എൻ്റെ അറിയപ്പെടാത്തതുകൊണ്ടായിരിക്കും, മറ്റ് സിനിമകളുണ്ടായിരിക്കും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇറ്റാലിയൻ മാഫിയ കുടുംബങ്ങളെക്കുറിച്ചുള്ള കഥ എന്നുള്ള നിലയിൽ അതിൽ ചില നല്ല വശങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡോൺ കോർലിയോൺ എന്ന് പറയുന്ന അതിലെ മുഖ്യ കഥാപാത്രം, അദ്ദേഹം മാരിയോ പ്യൂസോ തന്നെയാണത് പറയുന്നത്. ഈ കഥാപാത്രത്തിലൂടെ പറയുന്ന പല കാര്യങ്ങളും, ഒരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് യുവർ ഓപ്പണൻസ്, ദാറ്റ് വിൽ അഫക്റ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. വളരെ ശരിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവർ, ഏത് രംഗത്താണെങ്കിലും പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണത്. ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് യുവർ ഓപ്പണൻസ്. ശരിയാണ്. നമ്മൾ അമിതമായ ദേഷ്യം വന്നാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ്, നമ്മൾ കാര്യങ്ങൾ അസസ് ചെയ്യുന്നതിനകത്ത് പാളിച്ചകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സത്യജിത് റായയുടെ യുഗാൻ തുക് എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്, ദ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. ഞാനത് ഈ അടുത്ത കാലത്ത് ആക്സിഡൻ്റായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ട്രെയിനിലേക്ക് വരുമ്പോൾ ഇതിലങ്ങ്, അപ്പോൾ അതിലൊരു വാചകമുണ്ട്, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. നമ്മളെല്ലാവരും ഇതുപോലെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അടിപിടി കൂടുന്ന ഒരു രീതിയുണ്ടല്ലോ, പ്രത്യേകിച്ച് പൊതുരംഗത്ത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ചാൽ, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവം നമുക്കത് തരും എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ ഫിലിമുകളിൽ നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ കിട്ടും. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ്, ഞാൻ ഒരു ഫിലിമിൻ്റെ പേര് ദ വേർഡ്സ് എന്നാണ് ഫിലിമിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ഒരാളൊരു ഒരു യങ് ആസ്പയറിങ് റൈറ്റർ ഒരു കഥ എഴുതുന്നതിനെക്കുറിച്ചുള്ള നോവലാണ്. വാസ്തവത്തിൽ അത് അദ്ദേഹം മനഃപൂർവ്വം മോഷ്ടിച്ചതല്ല, ആക്സിഡൻ്റലായിട്ട് കിട്ടുന്നതാണ് ഒരു സ്റ്റോറി. വേറൊരാൾ എഴുതിയതാണ്. അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന് പ്രൈസ് കിട്ടുന്നു.
പ്രൈസ് കിട്ടിയതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ആ ഗ്ലോറി, അദ്ദേഹം പ്രൈസ് വാങ്ങിക്കുന്നു, ഭയങ്കര പ്രസിദ്ധ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ള എല്ലാവരും വന്ന് ഫോട്ടോഗ്രാഫ് ചെയ്ത് മേടിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം ഒരു പാർക്കിൽ പോയിരിക്കുകയാണ്, വായിക്കാനായിട്ടൊരു പാർക്കിലേക്ക് പോകണം. അപ്പോൾ ഒരു ഓൾഡ് മാൻ, ഒരു പ്രായമായ ഒരാൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം പോകുന്ന ബസ്സിൽ കയറി അദ്ദേഹം പോയി പാർക്കിൽ ഒരു ബെഞ്ചിൽ പോയി ഇദ്ദേഹം ഇരിക്കുന്നു. ഈ വയസ്സായ ആളും വന്ന് പാർക്കിന് തൊട്ടടുത്തിരിക്കുന്നു. അതിലാണ് ആ വയസ്സായ ആളുടെ, അറിയപ്പെടുന്ന ആക്ടറൊന്നുമല്ല, ഒരു ഭയങ്കര അഭിനയം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു എന്താ വിശേഷം, ഇങ്ങനെ ഇംഗ്ലീഷിലാണല്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇന്നിങ്ങനെ ഞാൻ വായിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകം നിങ്ങളുടെ ഈ പുസ്തകം ഞാൻ വായിച്ചു, അപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒരു രസം അതാണ്. അപ്പോൾ അദ്ദേഹം പറയും ഇതിങ്ങനെ എന്താണ് പറയും, ഞാനൊരു കഥ പറഞ്ഞാൽ ഇനി നിങ്ങളാ കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രസിദ്ധി കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പോകില്ല, അതിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയും ഞാൻ ഇങ്ങനെ ഒരാളൊരു കഥ എഴുതിയിരുന്നു, ആ കഥ നഷ്ടപ്പെട്ടു പോയി, അത് വേറൊരാൾ ആ കഥ അത് കഥയാക്കി പ്രസിദ്ധീകരിച്ചു. ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം സമയമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയ ആളെ പെട്ടെന്ന് ഇദ്ദേഹം നിൽക്കും. അത് നിന്ന് ഇങ്ങനെ ഇദ്ദേഹം വന്ന് അടുത്തിരിക്കും. അപ്പോഴാണ് അങ്ങേർക്ക് ഇത് എഴുതിയ ആൾക്ക് മനസ്സിലാകുന്നത് ഇത് ഞാനീ എഴുതിയ കഥയുടെ ആൾ തന്നെ ആയിരിക്കണം ഇത്. അപ്പോൾ അങ്ങേരുടെ സ്റ്റോറി പറയുകയാണ്. അതാണ് ആ സിനിമ. അത് നല്ലൊരു രസമുള്ളൊരു സിനിമയാണ്, അത് കണ്ടിരിക്കുന്നതാണ്. അതിലെ ഏറ്റവും രസമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സ് നമുക്കിവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. ഭയങ്കരമാണ് അവരുടെ ഒരു ആക്ടിങ് ടാലൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ ഫിലിമുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടേക്കുള്ള ഇതില്ലേ ഈ നാടകങ്ങളിൽ അഭിനയിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ച് അവിടുത്തെ ഡയറക്ടേഴ്സ്, ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉള്ള അവർ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ബെസ്റ്റ് ആളുകളെ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഈ സർഗക്ഷേത്ര ടീം ഈ സിനിമയൊന്നും കണ്ടിരിക്കണം. ജോയോടെ വെല്ലുവിളി സാറ് മുന്നിലൂടെ വെച്ചിരിക്കുകയാണ്. ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ ജോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഇത്രയും കാലം ഗോഡ് ഫാദർ കണ്ടോന്ന് വെച്ചാൽ മലയാളം ഗോഡ് ഫാദർ അല്ല, മനസ്സിലായി. ഇംഗ്ലീഷ് ഗോഡ് ഫാദർ. ഞാൻ ഓൾറെഡി അപ്പൊ തന്നെ ചോദിച്ചായിരുന്നു മാർലിൻ ബ്രാൻഡോ, നാലേ കണ്ടല്ലോ. ഞാൻ ഒരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ല പറയുന്നത് കേറി വാടാ മക്കളെ എന്ന് പറയുന്നില്ല. സാറ് വളരെ സീരിയസ് ആയിട്ട് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മഞ്ഞൂറാന്റെ ഗോഡ് ഫാദർ അല്ലേ? അത് മലയാളത്തില് ഭീഷ്മപർവ് എന്ന് പറയുന്ന സിനിമ ഈ ഗോഡ് ഫാദറിനെ അനുകരിച്ചുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു പടമാണ്. ഒരുപാട് ഹിറ്റായ പടമാണ്. അപ്പോ അങ്ങനെ ഗംഭീരമായ ഒരു പടങ്ങളുടെ ആസ്വാദകനും കൂടിയാണ്. ഇഷ്ടമാണ്. അതിനുള്ള ഏറ്റവും അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പല പ്രാവശ്യം കണ്ടത് ഇതാണ്, മറ്റേ കേശവനല്ലാത്ത എന്തുകൊണ്ട് അയ്യപ്പനും കോശി. അതൊരു നല്ല സിനിമയാണ്, ഒരു രസമുള്ള സിനിമയാണ്, ചില പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു സിനിമയാണ്. അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സാറിന്റെ ഒരു എന്റർടൈൻമെന്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് സാർ നമ്മളോട് പങ്കിട്ടു. നമ്മൾ കാണേണ്ട ചില മൂവീസും കൂടെ സാർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ടില്ലാത്തൊരു ഉറപ്പായിട്ട് ഞങ്ങൾ കണ്ടിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, എന്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ ഒക്കെ സാർ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമയിലെ തന്നെ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. സോ അച്ഛൻ എന്തോ പറയാനായിട്ട്? ഇല്ല, നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞോളൂ. നമ്മൾ ചർച്ച ചെയ്തിട്ട് ലൈറ്റ് ആക്കിയായിരുന്നു, കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ലൈറ്റ് ആക്കിയതാണ്. വിളിക്കാനുള്ളവർക്ക് ഇനിയും വിളിക്കാം. വിളിക്കാൻ നമ്പർ 9188474896 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ സാറിനോട് സംസാരിക്കുക, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ സാറിനോട് ചോദിക്കാം, അന്വേഷിക്കാം. സോ കൂടെയുള്ളത് ജോ ഉണ്ട്, സേതു ഉണ്ട്, അന്നയുണ്ട്, അജയ് ഫാദർ ഉണ്ട്, അജയ് ബിൻസി ഉണ്ട്, അമലുണ്ട്, ആൻഡ് നമ്മുടെ സ്വന്തം MP ഫ്രാൻസിസ് ജോർജ് സാറും ഉണ്ട്. ഫോർ ദ പീപ്പിളിൽ ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. For the people. സർഗക്ഷേത്ര 89.6 FM ദ ഫോർ ദ പീപ്പിൾ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ MP ഫ്രാൻസിസ് ജോർജ് സാറുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കോളർ വെയിറ്റിംഗ് ആണ്. ഒപ്പം നമ്മുടെ ഫുൾ ടീം ഉണ്ട് ചുറ്റും. എന്തായാലും ബിൻസി, നമ്മൾ ആ കോളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരത്തെ സിനിമയുടെ കാര്യം ചോദിച്ച പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്, യാത്രയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ കോള് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. എന്റെ ശൈലജ, കുടമാളൂരിന്ന് ശൈലജ ചേച്ചി വിളിക്കുന്നു. അപ്പോ നമ്മുടെ MP അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ നേരിട്ട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? അതെ, ഓക്കെ, സാറിന് കൊടുത്തോളൂ. പറഞ്ഞോളൂ. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം സാറേ, എനിക്ക് ഈ ഓട്ടിസം കുട്ടികളെ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാനുള്ളത്.
അതായത് നമ്മുടെ ഏത് ഭരണകക്ഷി മാറി മാറി വന്നാലും ഈ ഓട്ടിസം ഹൈ ആയിട്ട് ബാധിക്കുന്ന കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു ജോലിക്ക് പണിക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ആരെങ്കിലും ഒരാൾ എപ്പോഴും ആ കുട്ടിയുടെ അടുത്ത് വേണം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവർക്ക് ഒരുപാട് മരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ മുൻഗണനയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മള് ഇപ്പം ഒരു ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഭാഗത്തിൽ ചെന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതുപോലുള്ള ഓരോ മെന്റൽ പ്രോബ്ലവും ഓട്ടിസം ഉള്ളവരായിരിക്കും ഒത്തിരിയും വരുന്നത്, സാധാരണ ആൾക്കാർ മറ്റുള്ളവരും. അവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മുൻഗണന കുറെ സമയം നിന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ അവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഡോക്ടറെ നിയമിക്കുവാണെങ്കിൽ ഈ ഓട്ടിസം ബാധിച്ച് മെന്റൽ പ്രോബ്ലങ്ങളുള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. ഓട്ടിസം ഉള്ളവർക്ക് മെന്റൽ പ്രോബ്ലം ലഭിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഡോക്ടേഴ്സിനെ അവർക്കായിട്ട് മാത്രം നിയമിക്കണമെന്ന് ഒരു ഇതുണ്ട്. അത് ഒരു ഭരണപക്ഷ വന്നിട്ട് അവർ ചെയ്യില്ല. അതുപോലെ തന്നെ അവരുടെ വീട്ടില് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ വീട് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സാറിനൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ആ മരുന്നും അവർക്ക് വേണ്ടുന്ന ചെലവും കാര്യങ്ങൾക്കും നമ്മൾ സർക്കാരിന് കൊടുക്കാൻ പറ്റുമോ? അതിനകത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതിനകത്ത് ഇതാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ന്യൂറോ വിഭാഗമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ന്യൂറോ അത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ വന്നാൽ അവർക്ക്, അല്ലെങ്കിൽ അവർ മാതാപിതാക്കൾ ഒരുമിച്ചാണല്ലോ വരുന്നത്, അവർക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോൾ വന്നാലും അത് കൊടുക്കണം എന്നുള്ളൊരാവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഉന്നയിക്കാം. അതിപ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും അങ്ങനെ ഒരു പരിഗണന ഈ വിഭാഗത്തിലുള്ളവർക്ക് വേണം എന്ന് തീർച്ചയായിട്ടും പറയാം. രണ്ട്, വേണ്ട ഈ കുട്ടികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് രക്ഷിതാക്കൾക്ക് മറ്റ് ജോലികൾക്കൊക്കെ പോകാൻ, പ്രത്യേകിച്ച് അമ്മമാർക്ക് മറ്റ് ജോലികൾക്കൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനവർക്കൊരു സ്പെഷ്യൽ സാമ്പത്തിക ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു അലവൻസ് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് നൽകണമെന്നുള്ളൊരാവശ്യം. ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാവുന്നത്, എനിക്കിപ്പോൾ ഇതിന് അങ്ങനെ എന്തെങ്കിലും സ്കീം ഉണ്ടോ എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ് എനിക്കറിയില്ല. ഞാനിത് പാർലമെൻറ്റിൽ ഉന്നയിക്കാം. ഇതൊരു നാഷണൽ, രാജ്യത്ത് മൊത്തത്തിൽ ഉള്ള ഒരു പ്രശ്നമാണല്ലോ. ഈ സെഷനിൽ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് രാത്രി തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, അത് ഇങ്ങനെയുള്ള കേസുകൾ എത്രയുണ്ട്, രാജ്യത്ത് എത്രയുണ്ട്, സ്റ്റേറ്റ് വൈസ് എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും സ്കീമുകളുണ്ടോ, ഇല്ലെങ്കിൽ പുതിയ സ്കീമുകൾ ഗവൺമെൻറ് തുടങ്ങുമോ, അതിനുവേണ്ടി പ്രത്യേകമായി ഇപ്പോൾ സൈക്യാട്രിക് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ ഡോക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഈ സെഷനിൽ തന്നെ നമ്മൾ റേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്തോ, അതായത് സാമ്പത്തികം ഉള്ളവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത്, സാമ്പത്തികം ഉള്ളവർക്ക് സാമ്പത്തിക ഭദ്രത എപ്പോഴും ഉണ്ട്. കെയർ ചെയ്യാൻ ആളെ നിർത്താം, അല്ലെങ്കിൽ ജോലിക്കും പോകാം. അല്ല, അതല്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാനദണ്ഡം വെക്കേണ്ടി വരും. ഇത്ര കാറ്റഗറിയിലുള്ള സാമ്പത്തിക ഇതുള്ളവർ, അല്ലെങ്കിൽ ജോലിയില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പേരൻസിന് പ്രത്യേകമായിട്ടുള്ളൊരു അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ റേസ് ചെയ്യാം, ചോദിക്കാം. അങ്ങനെ കൊടുക്കണമെന്നുള്ള ആവശ്യം പാർലമെന്റിൽ ആവശ്യപ്പെടാം. ഒരു കത്ത് കൂടി ഇതിനെക്കുറിച്ച് ഇത്രയും ഞാൻ പറയാൻ കാരണം, എനിക്കൊരു കുട്ടി ഓട്ടിസം ഹൈ 100% ഓട്ടിസം, മെന്റൽ പ്രോബ്ലം, സൈക്കോ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തിക ഭദ്രതയില്ല, വീട്ടിലാർക്കും സർക്കാർ ഉദ്യോഗം ഇല്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 24 മണിക്കൂറും നമുക്ക് ആ കുട്ടികളുടെ അടുത്ത് തന്നെ ഇരിക്കണം ഒരാള്. 24 മണി നമുക്കൊരു പണിക്ക് പോകാനോ ഒരു യാത്ര പോകാനോ ഒരു എന്തിനെങ്കിലും ഇറങ്ങിപ്പോയി നമുക്കൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്, സാമ്പത്തികം ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെ ന്യൂറോയിൽ ചെന്നാൽ നമുക്ക് ഇതുപോലെയുള്ള കുട്ടികൾ വേറെ ഉണ്ട്, പക്ഷെ ഈ ഇങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലായിട്ടില്ല. അപ്പൊ നമ്മൾ ആ ക്യൂവിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഡോക്ടർ പറയും കുട്ടിയെ കൊണ്ടുവരണ്ട, നിങ്ങൾ വന്നാൽ മതി. ഷോക്ക് വന്നേച്ച് ചെന്നാൽ പോലും ഡോക്ടർ പറയും മോനെ കൊണ്ടുവരണ്ട, അല്ലെ മോളെ കൊണ്ടുവരണ്ട, അമ്മമാര് അച്ഛന്മാര് വന്നാൽ മതി എന്ന്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സൈക്യാട്രിസ്റ്റിന്റെ അവിടെ ചെന്നാൽ എല്ലാം സൈക്കോ പ്രോബ്ലം ഉള്ളവരാണ്. അപ്പോഴും നമ്മൾ ആ ക്യൂവിൽ തന്നെ നിൽക്കണം മണിക്കൂറോളം. അപ്പൊ നമ്മുടെ കുട്ടി വയലന്റായി നമ്മളും അടുത്തു 10, 24, 25, 30 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 10 വയസ്സിന്റെ ആളായിരിക്കും. ഈ 30 വയസ്സുള്ള കൊച്ചിനെയും 10 വയസ്സിന്റെ ആളെന്ന് പറയുമ്പോഴും അവർക്ക് വെയിറ്റ് ഉണ്ട്.
വളർച്ചയില്ലെന്ന് കണ്ടാൽ തോന്നെങ്കിലും വെയിറ്റ് ഉണ്ട്. ഈ കുട്ടിയും കൂടി വളരെ നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ 2 സിറ്റുവേഷൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാനിത് സാറിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. ഇത് മുന്നോട്ട് എന്തെങ്കിലും സാർ അതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയുള്ളവർക്കും അതൊരു വലിയ ഉപകാരമായിരിക്കും. ഈ വിഷയം തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാം. എന്താണ് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ കേൾവി പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക പദ്ധതി തുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഓരോ മേഖലയിൽ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ ശ്രദ്ധിക്കാനുള്ള ഒരു നയവും അതിനുള്ള നടപടികളും തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതൊരു ദേശീയ തലത്തിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ള ആവശ്യം ഈ സെഷനിൽ തന്നെ ഇന്നിപ്പോൾ ഞങ്ങളുടെ സമ്മേളനം സാർ ഒരു കാര്യം കൂടെ, അപ്പൊ അവര് ചോദിക്കും സ്പെഷ്യൽ സ്കൂളുകളിൽ വിടാൻ മേലെന്ന്. സ്പെഷ്യൽ സ്കൂളിലും വിടാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഒരു തരത്തിലും അവർക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ് ഇപ്പൊ എന്റെ മോനെ പോലുള്ള കുട്ടികളൊക്കെ. അവർക്കും നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ വഴി പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായാൽ പോലും കൊണ്ടുപോകാനും പറ്റത്തില്ല, ഒരാളെ ഏൽപ്പിക്കാനും പറ്റത്തില്ല. അത്രയും ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന്റെ ആ സിറ്റുവേഷൻ സാർ മനസ്സിലാക്കണം. എനിക്കറിയാവുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ തന്നെ പല സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെ എനിക്കറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉന്നയിക്കാം കേട്ടോ. സാറിന്റെ അടുത്ത് ഈ സംശയം ഇതൊന്നും അവതരിപ്പിക്കാൻ ആരോട് പറയണോ, എന്റെ മനസ്സിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളൊരു ഇതായിരുന്നു. പലരോടും നമ്മൾ നമ്മുടെ വാർഡ് തലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ കെയർ ചെയ്യാനോ അത് മൈൻഡ് ചെയ്യാറില്ല. സാറിനോട് പറഞ്ഞാൻ പറ്റിയത് വളരെ ആശ്വാസം. എന്ന് പ്രത്യേകം നന്ദി. സാർ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യുമെന്നാണ് വിശ്വാസം തോന്നുന്നു ഇപ്പോ. നമ്മളെന്തായാലും ശൈലജ ചേച്ചിയുടെ സംശയം അല്ലെങ്കിൽ ശൈലജ ചേച്ചി പറഞ്ഞ ആ ഒരു സജഷൻ സാർ എന്തായാലും എഴുതിയെടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്നത് നിലവിൽ വരട്ടെ, അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഇതിനകത്ത് പറയാനുള്ള വെച്ചാൽ എനിക്കൊരു സംശയം കൊണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ എൻ്റെ സംശയം ഒതുക്കി വെക്കുകയാണ്. നമ്മളിനിയിപ്പോൾ 1-2 കോളുകൾ കൂടി അതിവേഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നമുക്കല്ലേ? തീർച്ചയായിട്ടും. നമ്മളിത് തുടങ്ങിയ ശേഷം നമ്മൾ ഫോർ ദ പീപ്പിൾ വിഭാവന ചെയ്യുമ്പോൾ ഇത്രയധികം ആളുകളിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കോള് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ നൊമ്പരം ഉൾപ്പെടുത്തിയാണ് ആ സംഭാഷണം ഉണ്ടായത് തന്നെ. അപ്പൊ അതുകൊണ്ട് എവിടെ പറയണം എന്നറിയാത്ത ചില വിഷമങ്ങളും ദുഃഖങ്ങളും പോലും ഫോർ ദ പീപ്പിൾ വേദിയിൽ ഷെയർ ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും നമുക്ക് ഒന്നിച്ച് ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് സാർ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആ ദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതെ, നമ്മൾ കുറച്ചേരം മുന്നേ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ കാണുന്ന സാറിന്റെ ആ ഒരു തീപ്പൊരി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരെണ്ണമായിട്ട് ഇത് വരട്ടെ അടുത്തതായി എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നത്. പ്രത്യേകത ഉണ്ടോ സേതു? പാട്ടിന് പ്രത്യേകതകൾ ഒന്നുമില്ല. ഞങ്ങൾ സാറിനോട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് പറയുന്നത് ഇപ്പൊ എന്നോടൊരു പാട്ട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്നിട്ട് മൂളുന്നുണ്ട് എന്തൊക്കെയോ പാട്ടുകൾ. സാർ പറയുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് കേട്ടത് മുഴുവൻ ഭക്തിഗാനങ്ങളാണെന്ന് പറയുന്നത്, കൂടുതൽ കേൾക്കുന്ന ഭക്തിഗാനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറ് ആലോചിക്കട്ടെ സാറിന്റെ ഇഷ്ടപ്പെട്ട ഗാനം. സെതു, നമ്മുടെ കൂടെ ഈ ലിങ്ക് തുടങ്ങിയ ആള് നമ്മുടെ കൂടെ നല്ലൊരു ഭക്തിഗാനം ഞാൻ പറയാം. ഈ ക്രിസ്മസിന് സുജാത പാടിയൊരു പാട്ടാണ്, പാവന സ്നേഹിതൻ വരവായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നമുക്കത് കേൾക്കാം. ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് കണ്ടെത്തി വെച്ചിട്ട് നമ്മളത് വരുന്ന വഴിക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ ഒരു ആർജെ ഏൽപ്പിക്കുകയാണ്. കാരണം എന്നറിയോ, സാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിന്റെ ബൈറ്റ് കവർ ചെയ്യാൻ വേണ്ടി പോലും നമ്മുടെ ആർജെ ബിൻസിയാണ്. ആർജെ ബിൻസി ഇന്ന് സാർ ജനപ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ സാറിന്റെ മത്സര രംഗത്ത് കണ്ട സാറിനെയും ഇപ്പോഴത്തെ സാറിനെയും തമ്മിലുള്ള വ്യത്യാസം ആർജെ ബിൻസി സംസാരിക്കും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ കേട്ട് അതിന് ഉടനടി ഉത്തരം കിട്ടുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്, അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഫോർ ദ പീപ്പിൾ ആണ് സർഗക്ഷേത്ര 89.6 FM. ഫോർ ദ പീപ്പിൾ. ഈ ചോദ്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ സംശയങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ആവലാതികളും ഒക്കെ ആളുകൾ വിളിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണിത്. കൃത്യമായിട്ട് സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണി കഴിഞ്ഞിട്ട് 57 മിനിറ്റ്. പക്ഷേ ഫോർ ദ പീപ്പിൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്ത 2 കോൾസും കൂടി നമുക്ക് ഉൾപ്പെടുത്തേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ റേഡിയോ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ നിമിഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ ഒരു ജനപ്രതിനിധി ഒരു റേഡിയോയിൽ വന്നിരുന്നത് ജനങ്ങളുമായി ജനസമ്പർക്ക പരിപാടിയിൽ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്ക് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. അപ്പൊ എന്റെ കൂടെ നമ്മുടെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് സാറുണ്ട്. സാറിനോട് സംസാരിച്ചോളൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞു സാർ. ഞാൻ ബേസിക്കലി അടിമാലിക്കാരനാണ്. ഞാനിപ്പോ കോട്ടയത്താണ് താമസിക്കുന്നത്. ഞാൻ എന്റെ UP സ്കൂൾ കാലഘട്ടം ഞാൻ അടിമാലി ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പോ നമ്മളെ പലരും സ്വാധീനിക്കുമല്ലോ.
അപ്പൊ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നിങ്ങൾ സാറ് എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ, ഒരു പക്ഷേ മറ്റുള്ള ഇടപെടലെന്നൊക്കെ ഞാൻ അകലെ നോക്കി കണ്ടിട്ടുണ്ട്. കൊച്ചുകുട്ടി സാർ പലപ്പോഴും ഒരു ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് അവിടുത്തെ പല പ്രോഗ്രാമുകളും അടിമാലി സ്കൂളിൽ നടക്കുന്നത്. സാറ് വരുന്നത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് പല കാര്യങ്ങളും സാറിന് ശരിക്കും ഒബ്സർവ് ചെയ്ത് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ആരാധന തോന്നിയിട്ടുള്ള ഒരാളുകൂടിയാണ് സാറ്. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു സങ്കടം ഇതായിരുന്നു, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും എന്റെ പപ്പയും അമ്മയും കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോ താങ്കൾ കോൺഗ്രസ്സുകാരനായില്ലല്ലോ എന്നൊരു സങ്കടം എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത് കേരള കോൺഗ്രസ് ഒരു ഘടകകക്ഷിയാണ് എന്നൊക്കെ മനസ്സിലായത്. ഞാൻ കോൺഗ്രസിൽ വർക്ക് ചെയ്തിട്ടില്ല. എന്റെ ഫാദറൊക്കെ കോൺഗ്രസിലുണ്ടായിരുന്നതാണ്. പിന്നീടാണ് കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഉണ്ടായത്. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേരള കോൺഗ്രസിലായിപ്പോയി. പക്ഷെ എന്നാലും മിക്കവാറും ഒക്കെ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ്. പക്ഷേ ഞാൻ ദീർഘകാലം എൻ്റെ പാർട്ടി, ഞാൻ ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് LDF-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ ഞാൻ MP ആയിരുന്നപ്പോൾ LDF-ന്റെ MP ആയിട്ട് പ്രതിനിധിയായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. പക്ഷേ എങ്കിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധം, കോൺഗ്രസോ UDF-ഓ LDF-ഓ ഒന്നും നോക്കാതെ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. അതിന് എന്റെ മനസ്സിൽ തോന്നിയ ചോദ്യം ഇതായിരുന്നു, ഇപ്പൊ സാർ ഒരു ഘടകകക്ഷി അംഗം എന്ന നിലയ്ക്ക് ഏത് പാർട്ടി മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന LDF-ൽ നിൽക്കുമ്പോഴാണോ UDF-ൽ നിൽക്കുമ്പോഴാണോ നമുക്ക് വ്യക്തിപരമായ കുറെ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നടപ്പാക്കാൻ ഏറ്റവും ഈസി എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഏതാണ്, പ്രധാന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് എന്റെ ചോദ്യം. അല്ല, നമ്മൾക്ക് ഞാനിപ്പോൾ രണ്ട് മുന്നണികൾക്ക് പ്രത്യേകിച്ച് പറയാമല്ലോ. ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത് CPM എന്നുള്ള പാർട്ടിയാണ്, UDF ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയാണ്. പക്ഷേ ഇതിൽ ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി കുറേ കൂടി കുറേ കൂടി ലിബറൽ, ഒരു ജനാധിപത്യ, വളരെ ഒരു ഫ്രീ ആയി ഇടപെടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. CPM എന്ന് പറയുമ്പോൾ അവർ കുറേ കൂടി ഒരു അവരുടെ ഒരു പാർട്ടി സംവിധാനത്തിൻ്റേതായിട്ടുള്ള ചിട്ടകളും അതിൻ്റെ വഴക്കങ്ങളും ഒക്കെ ഉണ്ട്. അത് വിട്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് കുറേ കൂടി ഒരു സ്ട്രിക്റ്റായിട്ട് കുറച്ചൊരു കടുംപിടുത്തമൊക്കെ പിടിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പൊതു നിലപാടിന് വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പോലും പറഞ്ഞാൽ അത് ഒരു പക്ഷേ ടോളറേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ വലിയ കോൺട്രവേഴ്സികളിലൊക്കെ പൊതുവെ അകന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയും, നമ്മുടെ അഭിപ്രായങ്ങൾ പറയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി നമുക്കൊരു നമ്മളുടെ നിലപാടുകൾ പറയാനും ഈസിയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നതിന് കുറേ കൂടി ഒരു സാധ്യത എന്ന് പറയുന്നത് UDF സംവിധാനത്തിൽ തന്നെയാണ്. അതിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ സാർ, ഓക്കെ. തുടർന്നും സാറ് ഈ കോൺഗ്രസ് തന്നെ നിലനിൽക്കണം. ഞാൻ എന്റെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് നിൽക്കണം എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് നിൽക്കുമ്പോൾ സാറിന് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മളുടെ ഒരു രീതിയും പാരമ്പര്യവും അല്ലെങ്കിൽ ഒരു സമീപനമൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ കൂടി യു ഫീൽ അറ്റ് ഹോം എന്ന് പറയുമല്ലോ, എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് UDF തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആയതുകൊണ്ട് ഞാൻ ഇടപെടായിരുന്നത്. ഞങ്ങളെ സന്തോഷം തോന്നി സാറിനെ. ഏതൊരു സാധനം നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഞാൻ മിക്കവാറും അടിമാലി വരാറുണ്ട്, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഈ കോട്ടയത്തായതോടുകൂടി ഇപ്പൊ അങ്ങനെയുള്ള കുറെ കട്ടായി പോയി. പക്ഷെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇടുക്കിയില്ല, അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം ഇതെല്ലാം ചേട്ടാ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. നമുക്ക് അടുത്തൊരു കോള് നമുക്ക് കേൾപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ അത് എയർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് വൈൻഡപ്പിലേക്കും പോകാനായിട്ടുള്ളുണ്ട്. അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ചെറിയ സാങ്കേതിക തകരാർ സംഭവിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി പോയി. സത്യം, അതായത് മോഡറേറ്റർ ഇടപെടണമായിരുന്നു. ഞാനതുകൊണ്ടാണ് ഇടപെടാണ്ടിരുന്നത്. ഇപ്പൊ ഈ RJ ഫാദർ പറഞ്ഞ പോലെ തന്നെ അതായത് ഒരാള് വളരെ അത്ഭുതത്തോടു കൂടി മറ്റൊരാളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ഫാൻ ബോയ് മൊമെന്റ്, സ്റ്റാർ സ്ട്രക്ക് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. സ്കൂളിൽ എനിക്കൊന്ന് LP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സാറിനെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. ഇതേ കാര്യം തന്നെ ഇപ്പൊ സോങ്ങിന്റെ ഇടവേളയിൽ സേതു സാറിനോട് പറയുകയായിരുന്നു. സാറിന്റെ ശബ്ദം ഗംഭീരമാണ്, അതുപോലെ തന്നെ സാറ് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ മോഡുലേഷൻ ഗംഭീരമായിരിക്കുന്നു എന്നൊരു ഫാൻ ബോയിയെ പോലെ സേതു സംസാരിക്കുന്നത് ഞാനെന്നിട്ട് പറയുകയും ചെയ്തു. നമ്മളുടെ തൊഴിൽപരമായിട്ടാണ് നമ്മൾ മോഡുലേഷനിൽ ശ്രദ്ധിക്കുന്നത്, പക്ഷേ സാർ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു അത് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ ഞാനും കേട്ടിരുന്നു. കാരണം സാറ് ഒരുപാട് തവണ LDF-ന്റെ ഭാഗമായിരുന്നു, അതുപോലെ തന്നെ UDF-ന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഇതിനെങ്ങനെ ആൻസർ ചെയ്യുമെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അടുത്ത കോള് റെഡിയാണ്. അതിന് മുമ്പ് ആ പാട്ടും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാർ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി. ഞാനൊരു ഭക്തിഗാനമാണ് പറഞ്ഞത്. അത്
ആളുകൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. അതിനൊരു നല്ലൊരു താളവും ഒരു രസമുള്ള പാട്ടാണ്. സുജാത ചേച്ചി പാടിയ പാട്ട്. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, അതിന് മുന്നേ കോളും വരുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ ഹലോ ചേട്ടാ, ഫോർ ദ പീപ്പിളിലേക്ക് വിളിച്ചതിൽ സന്തോഷം. സ്വാഗതം. നമ്മുടെ കൂടെ ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ സാറേ, ഞാനിത് മറ്റക്കരയെന്നാണ് വിളിക്കുന്നത്. മറ്റക്കര. ഓക്കെ. അന്നേരം ഞങ്ങളുടെ ഇപ്പൊ മോഡൽ പോളിടെക്നിക് മണ റോഡുണ്ട്. ഇത് കുറച്ച് സ്ഥലം കോൺക്രീറ്റ് നടത്താനുണ്ട്. അത് ഓരോ വാർഷിക പ്രവൃത്തി ഇതില് നടത്തുന്നില്ല. അപ്പൊ ഒരു 50 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഗവൺമെന്റ് LP സ്കൂളിന് തൊട്ടടുത്തുള്ള മറ്റക്കര ഗവൺമെന്റ് LP സ്കൂളിന് തൊട്ടടുത്ത് വരെ ഉള്ള കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ബാക്കി മുകളിലോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ബാക്കി അത്ര ഇത്ര എല്ലാം കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട്. ബാക്കി കുറച്ച് സ്ഥലം കോൺക്രീറ്റ് നടത്തുന്നില്ല. അത് സാർ ഇടപെട്ട് ഒന്ന് ചെയ്ത് തരണം. പിന്നെ പഞ്ചായത്ത് റോഡാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാനൊരു കൃഷിക്കാരനാണ്. അന്നേരം കൃഷിക്കാരനാകുമ്പോ ഞങ്ങളുടെ കണ്ടത്തിന്റെ നടുക്കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്, ഒരു കൈത്തോട്. ഈ തോടിന്റെ അകത്തൂടെ വെള്ളം ഒരു കാരണവശാലും ഒഴുകി പോകുന്നില്ല. ഈ കണ്ടത്തിനേക്കാളും പൊങ്ങിയാണ് ഈ തോട് നിൽക്കുന്നത്. അതൊന്ന് കുറെ ദൂരം ഒന്ന് കാർ ഇടപെട്ട് ഒന്ന് കാത്ത് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ള കൃഷി ചെയ്യാന് എളുപ്പം കിട്ടും. വെള്ളം പെട്ടെന്ന് ഒഴുകി അങ്ങ് പൊക്കോളും. ഏത് തോടാണിത്? എവിടെ, ഏത് ഭാഗം ഇത്? മറ്റക്കരയാണോ? ഇത് മറ്റക്കര കാവുംപടി തോട്ടുപാടാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം. മറ്റക്കര കാവുംപടി തോട്ടുപാടം. തോട്ട് അതെ, ഞങ്ങളുടെ കൃഷിഭവന്റെ പേരതാണ്. കൃഷിഭവന്റെ പേരാണ് കാവുംപടി തോട്ടുപാടം. ഞങ്ങളുടെ കൃഷിഭവന്റെ പേര് തോട്ടുപാടം. തോട്ടുപാടം ഞങ്ങളുടെ കൃഷിഭവന്റെ പേരതാ. അവിടെ തോട് കൃഷിഭവനിൽപ്പെട്ട ആൾക്കാരാ ഞങ്ങള്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സാർ ഇടപെട്ടൊന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് വെള്ളം പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പൊക്കോളുകയും ചെയ്യും. ഞങ്ങൾക്ക് സുഗമമായിട്ട് കൃഷി നടക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഇവിടെ കൃഷിയുള്ളൂ. എന്നാലും നമുക്ക് നഷ്ടങ്ങൾ വെള്ളം ഇറങ്ങി പോകാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാവുക. അല്ല, ഇത് എന്തോരം ദൂരം ഉണ്ട് ഈ തോട്? ഈ തോട് ഒരു 500 മീറ്റർ ഉണ്ട്. കിറ്റാച്ചി വല്ല ഇറക്കിയാലേ താക്കാൻ പറ്റുള്ളൂ. ഈ ആൾക്കാർ ഇറങ്ങിയാൽ ഒത്തിരി ദിവസം വേണം. കിറ്റാച്ചി ഇറങ്ങി താക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു സാറ്. ആയിക്കോട്ടെ, നോക്കാം. ഞാനതേ ഇതിപ്പോ നമ്മള് പഞ്ചായത്ത് വരുന്നത് ഏതായിരുന്നു? മറ്റക്കര അകലക്കുന്ന. ഓക്കെ. ശരി, ഞാനത് സംസാരിക്കാം കേട്ടോ. ഞാൻ നോക്കട്ടെ. അങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾക്കുള്ള പരിഹാരം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടു. സാറേ, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ, അതിൻ്റെ എന്തായി പ്രോഗ്രസ് ചോദിക്കുന്നത് കേട്ടു. ചില ആളുകൾ സങ്കടങ്ങൾ പറയുന്നത് കേട്ടു. ചില ആളുകൾ പുതിയൊരു കാര്യം അവതരിപ്പിക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ അവതരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ പോയി. 9 മണി കഴിഞ്ഞിട്ട് 6 മിനിറ്റ്. ഇത് 2 മണിക്കൂറായിട്ട് നമ്മൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഫോർ ദ പീപ്പിളിന്റെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. റേഡിയോ ടീം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോ ഉണ്ട്, ബിൻസി ഉണ്ട്, അന്നയുണ്ട്, സേതു ഉണ്ട്, പിന്നെ ഞാനുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ RJ ഫാദറാണ്. പിന്നെ ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളം ഇവിടെ സജീവമാണ്. ക്യാമറയിൽ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ഡിജിറ്റൽ ടീമിന്റെ ആൻഡൻ നമ്മളോടൊപ്പം ഉണ്ട്. സൗണ്ടിൽ കംപ്ലീറ്റ് നിയന്ത്രണവുമായി അമൽ നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഒരു ജനോപകാരപ്രദമായ ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഒരു ഫോർ ദ പീപ്പിൾ ഇവിടെ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സാറിന് എന്തെങ്കിലും 1-2 വാക്കുകൾ കൂട്ടിച്ചേർക്കാം? സാർ, എന്ത് തോന്നുന്നു ഇങ്ങനൊരു പ്രോഗ്രാമിനെ പറ്റി? അല്ല, വളരെ ലൈവ്ലി ആയിട്ടുള്ള വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇത്രയും വാസ്തവത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ 89.6-ന്റെ ഈ FM സർഗക്ഷേത്രയുടെ എല്ലാ ടീമംഗങ്ങളെല്ലാവരും, അലക്സ് അച്ഛൻ്റെ നേതൃത്വത്തിൽ, സിജോ അച്ഛൻ്റെ നേതൃത്വത്തിൽ, ഇവിടെ ജോ, ബിൻസി, സേതു, പിന്നെ ആരാണ്, അന്ന, പിന്നെ ഇദ്ദേഹം സൗണ്ട് എഞ്ചിനീയർ അമൽ, അതുപോലെ ഫോട്ടോയുടെ കൈകാര്യം ചെയ്യുന്ന ആന്റൺ. അപ്പോൾ ഈ ടീം ഇത് വളരെ ലൈവ്ലി ആയിട്ടുള്ളൊരു ടീമാണ്. ഒരു ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീം സ്പിരിറ്റ് ഞാൻ കണ്ടത് ഇവിടെയാണ്. ശരിക്കും എല്ലാവരും ഇൻവോൾവാണ്. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.
അപ്പോൾ 89.6 FM ഇനി ഞാൻ നിരന്തരമായി കേൾക്കുന്നതാണ്. ഇതുവരെ ഞാൻ ഇടയ്ക്കൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഇത് നിരന്തരമായി ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇവിടെ വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയുള്ള പൊതു ആവശ്യങ്ങൾ, ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന, നാടിനെ ബാധിക്കുന്ന പൊതു ആവശ്യങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ആ ഓട്ടിസം അത് ഒരു നല്ലൊരു സജഷനാണ്. വാസ്തവത്തിൽ നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കരുതൽ നൽകേണ്ട ഒരു വിഭാഗമാണ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നേരിടുന്ന ഒരു വേദന അത് വാസ്തവത്തിൽ സമൂഹം കാണുന്നില്ല. എന്നാൽ അത് കാണുന്ന ഒട്ടേറെ ആളുകളെ എനിക്കറിയാം. ആരും അറിയാതെ അങ്ങനെയുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമുക്കൊക്കെ അത് അനുകരിക്കാവുന്നതാണ്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ, ഇതിനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു പ്രദേശത്തിൻ്റെയോ വിഷയമായി കാണാതെ ഇതൊരു നാഷണൽ ഫോക്കസ് തന്നെ വേണമെന്നുള്ള ആവശ്യം തീർച്ചയായിട്ടും ഞാനിത് പാർലമെൻറ്റിൽ ഉന്നയിക്കും. ഇന്ന് രാത്രി തന്നെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ഇത് കൊടുക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ വണ്ടിയിലിരുന്ന് എൻ്റെ ഡൽഹിയിലെ PA വിളിച്ചു പറയും, ക്വസ്റ്റ്യൻ ഇട്ട് ഈ വിഷയം ഭാഗ്യമുണ്ടെങ്കിൽ ഇത് പാർലമെൻറ്റിലെ ഒരു സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ, നക്ഷത്ര ചിഹ്നമുള്ള ക്വസ്റ്റ്യനായിട്ട് വന്നാൽ ഫ്ലോറിൽ ചർച്ച ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആൻസർ കിട്ടും. ഞാനൊരു കത്ത് കൂടി ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. ഈ കാര്യത്തിൽ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ശ്രദ്ധ എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യും എന്ന് പ്രത്യേകം ഞാൻ ഈ വേദിയിൽ സർഗക്ഷേത്രയുടെ പ്രവർത്തകരുടെ മുന്നിൽ അതുപോലെ തന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കായിട്ട് ഞാനൊരു ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. നേരത്തെ സാറ് കരുതലിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളുടെയും ഉദ്ദേശങ്ങളിൽ ഒന്ന് കരുതലായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്. ഈ കരുതൽ ടീമിനോടൊപ്പം 2 മണിക്കൂർ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇനിയും വീണ്ടും കാണണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ക്ഷണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾക്കും ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായി തൃപ്തികരമായി എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കുറേ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ സർഗക്ഷേത്ര പോലുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും നാടിൻ്റെ ആവശ്യങ്ങളും അത് ഇതുപോലെ ഫോക്കസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക, അതുപോലെ തന്നെ ജനപ്രതിനിധികളിലേക്ക്, അതിലൂടെ അധികാരികളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സേവനമാണ്. അത് ചെയ്യുന്ന സർഗക്ഷേത്രയെ, അതിലെ പ്രവർത്തകരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ, എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് സാറിൻ്റെ ആ ഫേവറേറ്റ് പാട്ട് തന്നെയാണ്. സുജാത അമ്മ പാടിയ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതും കേട്ടുകൊണ്ട് നമ്മൾ അടുത്ത പ്രോഗ്രാമായിട്ടുള്ള രാത്രി മഴയിലേക്കും പതിയെ അങ്ങ് നീങ്ങാൻ പോകണം. അപ്പോൾ ഒരുപാട് നന്ദി സർഗക്ഷേത്ര 89.6 FM ഭാഗത്ത് നിന്നും നമ്മുടെ സ്വന്തം MP ഫ്രാൻസിസ് ജോർജ് സാറിന് നമ്മൾ എന്താ പറഞ്ഞിങ്ങനെ നേർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇത്രയും ഗംഭീരമായിട്ട് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് നമ്മളോട് എപ്പോഴും ഒരു കാതായിട്ട്, നമ്മളുടെ എന്താ പറയുക, നമുക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു സ്നേഹിതനായിട്ടൊക്കെ നിലകൊള്ളുന്നതിന്. അപ്പോൾ നമ്മുടെ ടാഗ് ലൈൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാതോരം കരുതലായി കാലത്തിനൊപ്പം.